സ്പിരിച്വാലിറ്റിയും മണിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ബിസിനസ്സിൽ അല്ലെങ്കിൽ ലൈഫിൽ ചില ആൾക്കാർ സ്പിരിച്വൽ ജേർണി വഴി സ്റ്റക്കായി മാറുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, കുണ്ടലിനി അല്ലെ ചക്ര എന്ന് പറയുന്നത് അത് ഒരു ഹൈന്ദവ ഐഡിയ ആണ്. അതുവഴി എങ്ങനെ കുണ്ടലിനി ഉയർത്തുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യാഷ ലിവിംഗ് ഫൗണ്ടേഷന്റെ ഫൗണ്ടറും അതുപോലെ ദിയേഗ കോൺഷ്യസ് ഹീലിംഗിന്റെ ക്രിയേറ്ററും ആയിട്ടുള്ള യാഷയാണ്. അപ്പൊ യാഷ, ഞാൻ ആദ്യം തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മെഡിറ്റേഷൻ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്ന് വളരെയധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അതായത് ഇപ്പം മെഡിറ്റേഷൻ ചെയ്യിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് യൂട്യൂബ് ഗുരുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് സെൻറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പലരിലും ഈ ധ്യാനത്തിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ധ്യാന അവസ്ഥ പലരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരേണ്ടതായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ്. അതൊരിക്കലും ഒരു പ്രാക്ടീസ് മാത്രമല്ല, പലരും ഒരു പ്രാക്ടീസിനെയാണ്, ഔട്ടറിലുള്ള ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ മെഡിറ്റേഷനായിട്ട് കാണുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആസനമൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ അവരെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചുകൊണ്ടോ ഒക്കെ ആണ് ഈ മെഡിറ്റേഷനിലേക്ക് ആളുകൾ പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഒരു മാർഗം മാത്രമാണ്, അല്ലാതെ അതൊന്നും മെഡിറ്റേഷൻ അല്ല. അവിടെയാണ് ആളുകൾക്ക് തെറ്റിപ്പോകുന്ന കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് മെഡിറ്റേഷൻ. ഞാനിങ്ങനെ ഇരുന്നു ഒരു മന്ത്രത്തെ ചാൻറ്റ് ചെയ്തു, അതിനുശേഷം സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അങ്ങനെ ഇരിക്കുമ്പം അതാണ് മെഡിറ്റേഷൻ എന്നാണ് ശരിക്കും കരുതുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് അതിലേക്കുള്ള യാത്രേനെയാണ് ഈ മെഡിറ്റേഷനായിട്ട് കാണുന്നത്. അതെ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആ യാത്രയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും മെഡിറ്റേഷൻ സംഭവിക്കുന്നില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം അതിനുള്ള ഓരോ വാതിലുകളാണ്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു തലമാണ്. ആ തലം എന്ന് പറയുന്നതാണ് വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട തലം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാം. ഇപ്പം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒന്ന് ചിന്തകളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശരിക്കും മെഡിറ്റേഷന് 3 തലങ്ങളാണ് ഉള്ളത്. അതായത് കണ്ടംപ്ലേഷൻ, കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ. ഈ കണ്ടംപ്ലേഷനും കോൺസെൻട്രേഷനും ആണ് ആളുകൾ ഈ മെഡിറ്റേഷനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർഗ്ഗത്തിലേക്ക് തിരിയുന്നു. ഒരു ഭക്തി മാർഗ്ഗമാണ് ഭക്തി, അല്ലെങ്കിൽ ഒരു ധ്യാന മാർഗ്ഗമാണ് ധ്യാനമാർഗ്ഗം, അതിലേക്ക് തിരിയുന്നു. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാലോ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ചിന്തകളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പോയിന്റ് ശ്രദ്ധിക്കുന്നു, ഇതാണ് കോൺസെൻട്രേഷൻ. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നോ മൈൻഡ് സ്റ്റേറ്റ് ആണ്, അതായത് നിർമ്മനത്തിൻ്റെ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ഭാവം അത് നമ്മുടെ ചിന്തകളാണല്ലോ, അല്ലേ? ഇപ്പം ഞാനും റൂബിളും ഒക്കെ നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ആ ചിന്തകളെയും മറികടന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ആത്മബോധം, അതായത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ അംശമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ അറിയുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്, അല്ലെങ്കിൽ ചിന്തകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോ മൈൻഡ്, അല്ലെങ്കിൽ നിർമ്മനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോൾ എത്തിച്ചേരുന്നോ അപ്പോൾ മാത്രമാണ് നമ്മളിൽ മെഡിറ്റേഷൻ സംജാതമാകുന്നത്. അപ്പോൾ ആ മെഡിറ്റേഷൻ സംജാതമാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ അവസ്ഥയാണ്. അത് എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതുകൊണ്ടാണോ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഈ പറഞ്ഞനുസരിച്ച് എനിക്ക് കൊടൈക്കനാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ അതിനോട് ഞാൻ ബസ്സിൽ കയറി, അതിന് ബസ് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഞാൻ കൊടൈക്കനാൽ എത്തുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത്, അതായത് അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ മെഡിറ്റേഷൻ, പ്രാർത്ഥനയോട് പ്രാർത്ഥന, സൈലൻസ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും. എന്തുകൊണ്ടാണ്? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ മോഡേൺ കാലഘട്ടത്തിൽ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ എല്ലാവരും ഇപ്പം മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് പോലും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ പോയി കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും, അപ്പോൾ ആ ഒരു ഇത് മാറും എന്ന് പറയും. പക്ഷേങ്കിൽ ആളുകൾ അതിന് ട്രൈ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ക്യാമ്പിലേക്കൊക്കെ വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാലും അറിയാം, അവർ ആദ്യമേ മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് അവരിലുള്ള ഈ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ അടിസ്ഥാനമായിട്ട് സയൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു ധ്യാനത്തിലേക്ക് കിടക്കുക അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ മാർഗത്തിലേക്ക് കിടക്കുന്ന സമയത്ത്
നമ്മുടെ ഉള്ളിൽ അപ്പം ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ധ്യാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശാന്തത വേണം, സമാധാനം വേണം, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് ആത്മീയവാദിയായി, എന്നെ അങ്ങ് ആത്മീയത സംഭവിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ 100,000 ഇഷ്യൂസ് ഉണ്ട്. 100,000 സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ മെഡിറ്റേഷനിലേക്ക് വന്ന് നമ്മൾ ആ ഒരു കാമായിട്ട് നമ്മുടെ മനസ്സിനെ കാമാവുന്ന സമയത്ത് ആദ്യം ഉയർന്നു വരുന്ന എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ ഈ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വികാരങ്ങളും ചിന്തകളും അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആസക്തികളുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളെ നമ്മൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കിപ്പോൾ എല്ലാத்தைയും പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്ക് റൂബിളിനോടൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ദേഷ്യപ്പെടാൻ പറ്റിയില്ല, അത് ഞാൻ സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട്, അതായത് ഇല്ല ഇപ്പൊ സത്യത്തിൽ ദേഷ്യം വരുന്നില്ല. അപ്പം കുഞ്ഞുനാളിൽ തൊട്ട് നമ്മൾ നോക്കിയറിയാം. ഇപ്പൊ നമ്മൾ റോസാപ്പ് പറിക്കാൻ പോകുന്നു. ആ റോസാപ്പ് പറിക്കാൻ പോകുമ്പം നമ്മുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയും? മോനെ അവിടെ മുള്ളോട്ട് പറിക്കരുത്, അത് തുടരുതെന്ന് പറയും. അത് സപ്രസ് ചെയ്യാണ് അവിടെ. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള വികാരങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാനത്തിലേക്ക് ഒരാൾ ശരിയായ രീതിയിൽ കണക്ട് ആവുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ്, നമ്മുടെ ഉള്ളിൽ ഈ സപ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് മെഡിറ്റേഷനിലേക്ക് അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ദേഷ്യം വരുന്നു, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ഭയം വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓഷോ കഥാസിസ് എന്ന് പറഞ്ഞൊരു ക്രിയ കൊടുത്തത്. കഥാസിസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായി തീരാനാണ് ഓഷോ പറഞ്ഞത്. അതായത് ഡാൻസിലൂടെ, പാട്ടിലൂടെ, കരഞ്ഞുകൊണ്ടോ ചിരിച്ചോണ്ടോ നമുക്ക് എന്താണ് പുറത്തേക്ക് വരുന്നത് അതിലേക്കൂടെ എല്ലാം അങ്ങോട്ട് കടന്നു പോയിട്ട് ഭ്രാന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇടാം എന്താ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഷോ എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ഒരു ഏരിയ തന്നെ പുള്ളി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടു. എന്നിട്ടാണ് ആ ഒരു കഥാസിസ് കൊടുത്തത്. അപ്പോൾ സത്യത്തില് ഒരു മെഡിറ്റേഷനിലേക്ക് ഒരു ശരിയായ ഒരു മെഡിറ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചില ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ റഷ്യയിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ കണ്ടമാനം മദ്യം കുടിപ്പിക്കും. ഈ ചെല്ലുന്ന ആളെ കൊണ്ട് കണ്ടമാനം മദ്യം കുടിപ്പിച്ചിട്ട് അങ്ങ് കംപ്ലീറ്റ് അയാളെ അൺകോൺഷ്യസ് ആക്കി കളയും. അങ്ങനെ അൺകോൺഷ്യസ് ആക്കി അത് പിന്നെ പടിപടിയായിട്ട് അയാളുടെ ഉള്ളിലുള്ള ഈ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെല്ലാം ക്ലിയർ ചെയ്ത് അവസാനം ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനാവസ്ഥ ഉള്ളിൽ സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മെഡിറ്റേഷൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പർവൈസർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ അല്ല, അത് റഷ്യയിലാണ്, നമുക്ക് പറഞ്ഞതല്ല. മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ 2 കുപ്പി മേടിക്കാൻ സാറ് ഒരു കൊടുക്കണോ? മെഡിറ്റേഷൻ 2 കുപ്പി പിന്നെ അതൊരിക്കലും പ്രിഫറബിൾ അല്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ പോലും ചെയ്ത ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതായത് ആളുകളെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള വഴിയിലൂടെ അവരെ കൊണ്ടുപോയി കൊടൈക്കനാലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. ഇതിനകത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു മെറ്റഫറായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അന്തരീക്ഷത്തിലെല്ലാം പൊടിയാണ്. ആദ്യം മഴ പെയ്യുമ്പോൾ ആദ്യം പൊടിയും അതിന്റെ സ്മെല്ലും അതൊക്കെയാണ് വരുന്നത്. അതാണ് വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡാർക്കർ സൈഡിൽ നമ്മുടെ ഫിയർ കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മുടെ പ്രശ്നങ്ങളും ഇത് നമ്മുടെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ പുറത്തേക്ക്. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞത് വെച്ചാൽ ഒരാൾ ആത്മീയതയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആസക്തികളുണ്ടോ അതിനെല്ലാം അതിവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓഷോ സെക്സ് ഗുരു എന്ന് വിളിച്ചത്. ഇന്ത്യൻ മനസ്സിന് ഓഷോ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഷോ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആസക്തിയെ നിങ്ങൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിവർത്തിച്ച് ഇനി ഇതെനിക്ക് ഒട്ടും വേണ്ട, ഇത് മതി, എനിക്ക് ഇത് സമ്പൂർണ്ണമായി എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് വരെ, എന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ഒരു ആസക്തി അടങ്ങുന്നത് വരെ നമ്മളിൽ ഒരിക്കലും ധ്യാനം അല്ലെങ്കിൽ ആത്മീയം സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓഷോ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈംഗിക വിചാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അത് തീർക്കുക. അല്ലാതെ അത് ഉള്ളിൽ അടിച്ചമർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിനാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് എന്നെ തേടി വരണമെന്ന് പറയും. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കാര്യം, അതുകൊണ്ട് പിന്നെ ആളുകളെടുത്തത് എങ്ങനെയാണ്, ഈ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം പിന്നെ സെക്സ് ചെയ്യാനാണ് പറയുന്നത് എന്നുള്ള രീതി തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് പുള്ളി സെക്സ് ഗുരു എന്ന് വിളിച്ചത്. അവിടെ ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാം. അതായത് ഓഷോ ഓൾമോസ്റ്റ് 1000 മുകളിൽ ബുക്ക് എഴുതിയതിൽ 1 ബുക്കോ 2 ബുക്കോ സെക്സ്വാലിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്. പക്ഷെ അപ്പോഴും എനിക്ക് ഓഷോടുള്ള ഒരു വഴക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് സിസ്റ്റംസ് ആവശ്യമാണ്. ഇപ്പൊ ഫാമിലി എന്ന് പറഞ്ഞ ബേസിക് എൻറ്റിറ്റിനെ പുള്ളിക്കാരൻ ഇനഫായിട്ട് റെസ്പെക്ട് ചെയ്തില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഓഷോനെ ഡീപ്ലി റെസ്പെക്ട് ചെയ്യുന്ന അഡ്മയർ ചെയ്യുന്ന ആളാണ്. എങ്കിലും എനിക്ക് ഓഷോടുള്ള പിണക്കം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത്
കമ്മ്യൂൺ എന്ന് പറഞ്ഞേക്കുന്ന പുള്ളി ഒരു ആശയം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ഗ്രൂപ്പായിട്ട് ആൾക്കാർ അവിടെ പോയി താമസിക്കാം എന്ന് പറഞ്ഞത് ഒരു കുറച്ച് യൂട്ടോപ്യൻ ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെച്ചാൽ എങ്ങനെയാണ് ഫാമിലി സ്ട്രക്ചർ ഇല്ലാതെ എങ്ങനെ, അതായത് നമ്മളെ ചുറ്റും ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഒരു പുരുഷനും അത് സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്കാരുടെ സെക്ഷൻ ഓറിയന്റേഷൻ അനുസരിച്ച് അപ്പൊ അവിടുന്ന് കുട്ടികളുണ്ടായി. അപ്പൊ അവിടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ നീഡിനനുസരിച്ച് ആൾക്കാർ എക്സ്പ്രസ് ചെയ്ത് പോട്ടെ. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സിസ്റ്റത്തിന് പുള്ളിക്കാരൻ സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. യാഷിക്ക് എന്തായിരിക്കും പറയാം? തീർച്ചയായിട്ടും അത് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പുള്ളിയുടെ കമ്മ്യൂൺ എന്ന് പറഞ്ഞ ആശയം തികച്ചും വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ അത് പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഷോ അന്ന് പറഞ്ഞതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ നമുക്ക് ന്യൂജൻ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികൾ സ്ട്രഗിൾ ചെയ്യാം. അതായത് ഒരു ഭർത്താവും ഭാര്യയും ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അവിടെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ആശയങ്ങളെയും അവരുടെ എനർജിയെയും അവരുടെ കഴിവുകളെയും എല്ലാം അവർ സപ്രസ് ചെയ്തിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അവരങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് അടിയറ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഓഷോ എന്ന് പറഞ്ഞാൽ തികച്ചും പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പം ആ പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ സ്വാതന്ത്ര്യം ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു ബദൽ? അതിനൊരു ബദൽ മാർഗം വേണമല്ലോ. കാരണം മനുഷ്യൻ ഇത് മുന്നോട്ട് പോകണം, മനുഷ്യന്റെ ജനറേഷൻ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ബദലാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയോട് മുന്നോട്ട് വെച്ച്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ശരിക്കും പറയാം. അപ്പം അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഷോയുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ എല്ലാ വ്യക്തികൾക്കും സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയും എന്നാൽ പരസ്പരം അവനവന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് അറിഞ്ഞ് പെരുമാറുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു മോശം പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സെക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ കുട്ടികളെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ല പോകുന്നത്. എല്ലാ കുട്ടികളും കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊണ്ടുവന്നത്. എല്ലാവരും കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്. അവിടെ എനിക്കുള്ള എനിക്ക് എന്റെ പിള്ളേരെ നോക്കാൻ താല്പര്യമുണ്ട്, പിള്ളേരെ നോക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. അതെ, അല്ല, ആ സ്വാർത്ഥത പാടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ ഈ സ്വാർത്ഥത എന്തിനു വേണ്ടിയാ? ഇപ്പം അവിടെ തന്നെ ഓഷോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഷോ പറയുന്ന ആരും ആരുടെയും സ്വന്തമല്ല. ഇപ്പം റൂബലിന്റെ സ്വന്തമല്ല. റൂബലിനെ ആ കുട്ടിയെ ജനിപ്പിച്ച് അവന് വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് റൂബലിന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ റൂബലിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരല്ലാതെ വേറെ ആരും ഈ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? 25 വയസ്സ് വരെ കുട്ടികളെ വളർത്തുന്നുണ്ടോ? ഒരു കോഴി കുട്ടികളെ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ ആ കുട്ടികളെ വളർത്തുന്നത്? ഒരു പൂച്ച പെറ്റ് കഴിഞ്ഞാൽ എത്ര നാൾ അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്? അത് സ്വന്തമായിട്ട് ജീവിക്കാൻ പ്രാപ്തമാകുമ്പോൾ അതിനെ മാറ്റിവിടും, അല്ലേ? നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ? പ്രപഞ്ചത്തിന്റെ നിയമം അതാണ്. ഓഷോ പ്രാപഞ്ചിക നിയമത്തിലേക്കാണ് വന്നത്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഓരോ മനുഷ്യരും സ്വതന്ത്രരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സ്വാതന്ത്ര്യത്തിൽ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ജീവിതം മുഴുവൻ വളർത്തിക്കളയും, ഞാൻ ഇവരെ വളർത്തി കെട്ടിച്ച് ഞാൻ അവരുടെ കുഞ്ഞിക്കാലം കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ വളരെ ആ ഭാഗം ഞാൻ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നു. ഞാൻ സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ആ സ്വാതന്ത്ര്യ എലമെന്റിനെ തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യ എലമെന്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു സൊസൈറ്റി വന്നിട്ട് സ്വാതന്ത്ര്യ എലമെന്റിനെ പ്രഘോഷിച്ചാണെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ സംസാരിക്കാനുണ്ടോ? പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കയറാനുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള ഈ സ്പിരിച്വൽ ജേർണിയിൽ ആൾക്കാർ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ഇപ്പം സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലരും സ്ട്രഗിൾ എന്താണ് ഈ സ്പിരിച്വൽ ജേർണി എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. സത്യത്തിൽ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യതിരിക്തമായ ഒരു കാര്യമല്ല. സത്യത്തിൽ അത് നമ്മളിൽ സംഭവിക്കേണ്ട ചില ഗുണവിശേഷങ്ങളാണ്, അല്ലെങ്കിൽ ചില ക്വാളിറ്റീസാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്ത് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ നമുക്ക് പുറത്തുള്ള ഒരു ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി തേടി അലഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മൾ അമ്പലങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും പള്ളികളിലൂടെയും ആരാധനാലയങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ പല നേർച്ചകളും കാഴ്ചകളും പൂജകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഈ ഈശ്വരനിലേക്ക് എത്താനുള്ള പല മാർഗങ്ങൾ, ഇപ്പം പിന്നെ നോയമ്പെടുക്കുക അല്ലെ അങ്ങനെയൊക്കെയുള്ള പല നമ്മുടെ ശരീരത്തിനെ ദ്രോഹിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യും. അപ്പം പല ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റഡ് ആണ്.
അതുകൊണ്ട് ഞാൻ വളരെ ശാന്തനാണ്, സൗമ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും സപ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വളരെ കാഷായൊക്കെ ധരിച്ച് വൈരാഗികളായിട്ട് അങ്ങ് ഇരിക്കും. ഈ വൈരാഗികളായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല സ്പിരിച്വാലിറ്റി. ഇപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഒരു പ്രത്യേക ഡ്രസ്സ് വേണം, പ്രത്യേക ഐഡന്റിറ്റി വേണം, എന്നാലേ സ്പിരിച്വാലിറ്റി ആകുന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുറമേ ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പുറം പരിധിയിൽ നമുക്ക് എന്തും ചെയ്യാം. പുറം പരിധിയിൽ നമുക്ക് ഏത് ഡ്രസ്സും ഇടാം, നമുക്ക് എന്ത് വേണേലും ആളുകളെ തിരുത്തൽ രീതിയിൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഈ കൊടൈക്കനാൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറുന്നു, ബസ് ആ ഡയറക്ഷനിൽ പോകുന്നു, അതിന് വേണ്ടി ഉൾപ്പെടുന്നു. പക്ഷെ ഉള്ളിലെ പഴയ ആള് തന്നെയാണ് ഈ പറഞ്ഞത്. പഴയ ആളിനെക്കാട്ടി മോശമായ ആളാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി സപ്രസ് ചെയ്യാം. കാരണം നമുക്കിപ്പം പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ കഴിക്കണമെന്ന് മോഹം ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണല്ലോ, ഞാൻ അവിടെ വെച്ച് ആപ്പിൾ കഴിച്ചാൽ മറ്റുള്ളവർ എന്ത് കരുതും? അപ്പോൾ ആപ്പിൾ കഴിക്കാൻ പറ്റുന്നില്ല, അവിടെ വീണ്ടും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ പെട്ടെന്ന് ഇതങ്ങ് വേണ്ടാന്ന് വെക്കുന്നു. അത് പക്ഷേ നോൺ വെജിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. എങ്ങനെയാണ്? നമ്മൾ ഗ്രാജുവലി അത് കഴിച്ച് അത് വേണ്ട, അത് മതി, ഇതെനിക്ക് മതി, എൻ്റെ ശരീരത്തിന് ഇത് മതി, ഓക്കെ, എനിക്ക് കുറച്ചുകൂടി നല്ല ഭക്ഷണം, എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം, ഓക്കെ, അത് മതി. അങ്ങനെ ആയിത്തീർന്നാൽ കുഴപ്പമില്ല. ഇത് അങ്ങനെ ആവാതെ നമ്മൾ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇന്ന് തൊട്ട് സ്പിരിച്വാലിറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫോഴ്സ്ഡ് ആയിട്ടുള്ള വഴിയാകുകയും അതോടൊപ്പം അത് നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യാണ്. വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് ദ്രോഹമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ കിടക്കുമ്പം യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആത്മബോധത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഞാൻ ആരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനി മെഡിറ്റേഷൻ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിലാണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള നമുക്കറിയാം എല്ലാ ഫിലോസഫികളും ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. പക്ഷേ ആളുകൾ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നത് എവിടെയാണ്? പുറത്താവുക അന്വേഷിക്കുന്നത്. അപ്പോൾ ആളുകൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തേടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പുറം പരിധിയിലുള്ള പിന്നെ ആരാധന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരിലും അങ്ങനെയുള്ള ആളുകളിലേക്ക് പോയിട്ട് അവിടെ എന്നെ ഒന്ന് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആക്കൂ എന്ന് പറഞ്ഞ് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവനവൻ്റെ ആത്മബോധത്തിലേക്ക് എത്താതെ ഒരിക്കലും ആ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് മണിയും സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ ബിസിനസ് സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് എത്താറുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പോകുന്ന ഈ ടീച്ചേഴ്സ് നമ്മളിപ്പോ കണ്ടിടത്തോളം ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. അപ്പൊ ഈ ആൾ ദൈവങ്ങള് ബേസിക്കലി ഒരു പോയിന്റ് സ്പിരിച്വാലിറ്റി ഞാനിപ്പോ പറഞ്ഞല്ലോ, അതായത് ഈ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ആ ഗുരു ഇതിനേക്കാൾ സപ്രസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കും അല്ലെ. അപ്പൊ ഏത് പോയിന്റിലാണ് ഒരാൾക്ക് തോന്നുന്നത് ഞാൻ ദൈവമാണ്? അപ്പൊ ഞാൻ ഈയിടെ ആണെങ്കിൽ ഒരു കാര്യം കേട്ടു, ഒരാൾ പറഞ്ഞു, കേരളത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ദൈവമാണ്, എനിക്ക് എല്ലാത്തിനും പിന്നിലുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും അറിവ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ലോകത്തിന്റെ വിസ്റ്റം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ വിസ്റ്റം എല്ലാ ആൾക്കാരിലേക്ക് ഏത് രീതിയിൽ കേൾക്കാം. എപ്പോഴാണ് ഒരാൾക്ക് ഞാൻ ദൈവമാണെന്ന് തോന്നി തുടങ്ങുന്നത്? സത്യത്തില് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആരും സ്വന്തമായിട്ട് ദൈവം എന്ന് പറയുന്നില്ല. മറിച്ച് മറ്റുള്ളവരാണ് ഇയാൾ ദൈവമാണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ ആത്മീയ വഴികളിലൂടെ പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പഠിപ്പിക്കുന്നു. ഇനി അവർ കണ്ടെത്തിയ ആത്മീയ മാർഗം അവര് പബ്ലിക്കിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നു. ഇനി ഇതൊന്നും കൂടാതെ സത്യത്തില് ശരിയായ ആത്മീയവാദയെ അറിയുന്നവരാണ്. അയാൾ അറിയുന്ന ആത്മീയത ഒരിക്കലും നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയപ്പെട്ട നാവ് അല്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം നമ്മുടേത് മാത്രമാണ്. അതൊരിക്കലും ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയമായ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ശാന്തത, ആ ഒരു ഈശ്വരീയമായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് എന്റെ മാത്രമാണ്. അതെനിക്ക് പിന്നെ ഗൂഗിളിന്റെ അടുത്ത് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ട്, ഞാനത് ഇപ്പൊ നിങ്ങളെ അത് കാണിച്ചു തരാം എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ അത് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു ഗുരുക്കന്മാരും ഞാൻ ഒരു ആൾ ദൈവമാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഒറിജിനലി വരുന്ന ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇവിടെ കേൾക്കുന്ന പല ആൾക്കാർ ചിലപ്പോൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടാകും. അപ്പൊ ഈ കുണ്ടലിനി ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഐഡിയ ആണോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ ചക്രങ്ങളെ പറ്റിയും കുണ്ടലിനിയെ പറ്റിയും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അത്ഭുത മഹാശക്തി വിശേഷമാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ്? എനർജിയാണ് അല്ലേ? നമ്മുടെ സയൻസ്, മോഡേൺ സയൻസ് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എനർജിയാണെന്നാണ്. അപ്പോൾ ഈ എനർജി എങ്ങനെ പ്രപഞ്ചമായി മാറി എന്ന് നോക്കുന്ന സമയത്ത് ആ എനർജി മാത്രമല്ല അവിടെ ഉള്ളത്, മറിച്ച് അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജി ഫീൽഡിലാണ് നമ്മൾ കാണുന്ന ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ശക്തി വിശേഷത്തെയാണ് അല്ലെങ്കിൽ ആ എനർജിയാണ് നമ്മൾ
ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുണ്ടലിനിയായിട്ട് കാണുന്നത്. അവിടെ ആ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന തത്വത്തെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ശിവം എന്ന് വിളിച്ചത്. ശക്തി എന്ന് വിളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് മാത്രം വന്നല്ല, സത്യത്തിൽ ഇതിന്റെ വേരുകൾ കിടക്കുന്നത് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അതിനുശേഷം വന്നിട്ടുള്ള പിന്നെ യോഗതന്ത്ര മാർഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതിൽ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രങ്ങളെ പറ്റിയൊക്കെയുള്ള ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞ വേദങ്ങളിൽ തന്നെയാണ്. അതിനുശേഷം ഉപനിഷത്തുകൾ വരുന്ന സമയത്ത് ഉപനിഷത്തുകളിലും കുണ്ടലിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ നാഡികൾ പ്രാണനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം ശിവസംഹിത പോലെയുള്ള പുസ്തകങ്ങളിൽ അല്ല ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് കുണ്ടലിനെ പറ്റി കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ഹൈന്ദവ ഒരു രീതി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു താന്ത്രിക് മാർഗത്തിലും കൂടെ ആണ് ഇതിൻ്റെ ഒരു ബേസ് കിടക്കുന്നത്. അതായത് ഇപ്പം കാശ്മീർ ശൈവതന്ത്രത്തിൽ കൗള മാർഗത്തിലാണ് ഒക്കെയാണ് നമ്മൾ കൗളമാർഗ്ഗമൊക്കെ വരുന്ന സമയത്താണ് ഇതിനെപ്പറ്റി ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ചക്രങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാണനെ പറ്റിയും കുണ്ടലിനെ പറ്റിയും ഒക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു പഠനം ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിലാണ്. കാരണം നമുക്കറിയാം പുരാതന കാലങ്ങളിൽ എല്ലാം അറിവുകൾ തേടി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഭാരതത്തിലാണ്. കാരണം ഇവിടെയായിരുന്നു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം നളന്ദ, തക്ഷശില ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിന്നെ ഭാരതത്തിന് അഭിമാനമായിട്ട് നിലനിന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനുശേഷമാണ് ഹിന്ദുവിസം ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ ആയിട്ട് മാറിയതും. വേദങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു മതം എന്ന രീതിയിലല്ല, ഒരിക്കലും. അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് താന്ത്രിക്കിലാണ്, തന്ത്രയിലാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ കാശ്മീർ ശൈവതന്ത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൗളമാർഗ്ഗങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് കുലാർണവ തന്ത്രത്തിലൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയെ പറ്റിയൊക്കെയുള്ള അറിവ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഇത്രയും ആഴത്തിലുള്ള സയൻസ് നമുക്ക് തന്നത് ഭാരതീയ സംസ്കാരം തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷേങ്കിൽ അവിടെ ഒരു മാറ്റം, വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുണ്ടലിനി അല്ലെ ചക്രങ്ങളെ പറ്റി നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും മറ്റുള്ള എല്ലാ മതങ്ങളും, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ബുദ്ധമതത്തിലാണെങ്കിലും ജൈനമതത്തിലാണെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പുറം പരിധിയിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം പരാമർശിക്കുന്നുണ്ട്. അല്ലെ ഈ ഒരു എനർജിയുടെ ഫോക്കസിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്രിസ്ത്യൻ മതത്തിൽ എന്താണ് അങ്ങനെ അതിനെക്കുറിച്ച്? ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പം പറയുന്നത് വെച്ചാൽ ഞാനും എൻ്റെ പിതാവും ഒന്നാണ് ജീസസ് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നുള്ളത് ഞാനും എൻ്റെ പിതാവ് ഒന്നാന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആണ് എൻ്റെ പിതാവ്, അതായത് ഞാൻ തന്നെയാണ് എൻ്റെ പിതാവ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈ ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈശ്വരീയതയുടെ അംശമാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഇതിലും പറയുന്നത്. കാരണം ഈ അൾട്ടിമേറ്റ് പ്രപഞ്ചത്തിൻ്റെ ഈ അല്ലെങ്കിൽ അഖണ്ഡമായ ഈ പ്രപഞ്ചബോധത്തിൻ്റെ അംശം തന്നെയാണ് ഞാൻ. ആ അഖണ്ഡമായ എനർജിയുടെ അംശമാണ് എന്നിൽ ഇരിക്കുന്ന ഈ കുണ്ടലിനി ശക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ. എനിക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു തോട്ടുള്ളത്, അതായത് ജീസസ് സമറിയക്കാരിയായ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്, ക്യാഷയുടെ ടേക്കനാന്ന് പറയാം. എന്നിട്ട് നമുക്ക് മണിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് മാത്രമല്ല കുണ്ടലിനി ശക്തി ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ജീസസ് ഈ പറഞ്ഞ സമറിയക്കാരിയുടെ സ്ത്രീയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആള് ടെക്നിക്കലി ടാക്ടിക്കലി ലെവലിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് 5 ഭാര്യമാരുണ്ടായിരുന്നു, അല്ല ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള ആള് ഭർത്താവല്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് എനിക്ക് കണ്ട ഇന്റർപ്രിട്ടേഷൻ വെച്ചാൽ എൻ്റെ സെൽഫിൽ എനിക്ക് ഫീൽ ചെയ്തൊരു ഇന്റർപ്രിട്ടേഷൻ വെച്ചാൽ എനിക്ക് ഒരുപക്ഷെ വേറെ ആൾക്കാർക്ക് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാകും, ഞാനിത് വായിച്ചിട്ടല്ല. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം വെച്ചാൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ 5 ലോവർ ചക്രകള്, ആ ചക്രകളായിരുന്നു നിന്റെ ലൈഫിനെ ഗൈഡ് ചെയ്തിരുന്നത്. ഇപ്പൊ നീ ഫോർഹെഡിലാണ് 6 ചക്രയിലാണ്. നമ്മൾ ആ ചക്രാസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ അന്നേരം കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ 6ാമത് ചക്രകൾ നിൽക്കുന്ന അവിടെ ഇപ്പോൾ ഉള്ള നിന്റെ ഭർത്താവല്ല, നീ ആളുടെ ഭർത്താവല്ല. അപ്പൊ 6th ചക്രയിലാണ് നിൽക്കുന്നെങ്കിൽ നീ വിൽ പവറുമായിട്ട് കണക്റ്റഡ് ആണ്, നീ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നീ യൂണിവേഴ്സുമായിട്ട് ആ ഒരു അലൈൻമെന്റിലാണ്, ഭർത്താവല്ല. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പിന്നെ അങ്ങനെ തന്നെ എടുക്കാം. കാരണം ഈ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ഡയമെൻഷനാണ്. ഇപ്പോൾ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സയൻസിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന് 7 ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 14 ഡയമെൻഷൻ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്, പല ശാസ്ത്രങ്ങളും. പക്ഷേ എങ്കിലും നമ്മുടെ മനുഷ്യ മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് 7 ഡയമെൻഷൻ വരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവാം. കാരണം
ഈ ഷഡാധാര ചക്രങ്ങൾ, ഷഡ്ചക്രങ്ങൾ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ 6 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ഷഡാധാര ചക്രങ്ങൾ. അപ്പോൾ അവിടെയും അല്ല നിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, അതിന് മേളിലുള്ള സഹസ്രായത്തിലാണ് എന്ന് ഫോളോ അപ്പ് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. ആ ഫോളോ അപ്പ് ഉണ്ട്. അതായത് ആൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ആ ഇന്റർപ്രിട്ടേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് വെച്ചാൽ അതായത് ഇപ്പോൾ ഉള്ളവരുടെ ഭർത്താവല്ല എന്ന് പറഞ്ഞിട്ട് ആള് പറയുവാണ്, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആക്യുറസി നിങ്ങൾ ഇതാക്കണ്ട. പക്ഷെ എന്ന് വെച്ചാൽ സീനായ് മലയിലും അല്ല, ഈ മലയിലും അല്ല, ആ മലയിലും അല്ല, ഈ പറഞ്ഞ രീതിയിൽ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് ക്രൈസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ബേസിക്കലി 7th ചക്രയുമായിട്ട് കണക്റ്റഡ് ആവും, കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട്. ഞാൻ ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതാവും പറയുന്നത്. അപ്പം ബേസിക്കലി അതിനകത്ത് സിമിലാരിറ്റി ഉണ്ട്. നിങ്ങളുടെ ക്രിസ്ത്യൻ റിലീജിയനെ ഈ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കലല്ല, പക്ഷേ അതിന്റെ യൂണിറ്റിയും ക്ലാരിറ്റിയും ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഓർത്ത് മാത്രം പറഞ്ഞു. അത് മാത്രമല്ല അതിന്റെ ഫോളോ അപ്പിൽ ഈ ലേഡി ചെന്നിട്ട് ആൾക്കാരോട് പറയാണ്, എന്റെ ജീവിതം കണ്ട് പഠിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് പറയുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട്, നമ്മുടെ നാട്ടിലെ പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് എല്ലാ ആൾക്കാരോട് പറയാം എന്റെ ജീവിതം കണ്ടുപിടിച്ച ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ പുറകെ ഒരു കാരണവശാലും ആരും പോകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നാച്ചുറലി ഷി വാസ് എ സ്പിരിച്വൽ വുമൻ. അപ്പൊ അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അത്ര സമയം സ്പെൻഡ് ചെയ്തതും. എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഏറ്റവും ഡീപ്പായിട്ട് ഒരു കോൺവെർസേഷൻ ക്രൈസ്റ്റ് ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യുന്ന ഈ വുമനുമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്ക് അത്രയും ഡെപ്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ടുള്ള, അതായത് ഈ ശിഷ്യന്മാരോട് പോലും പറയാത്ത ലെവലിലുള്ള ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് അവിടെ പറയുന്നത്. കാരണം അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ക്രൈസ്റ്റ് പറയുന്നത്, നിങ്ങൾ ഇവിടെയല്ല ആരാധിക്കുന്നത്, അവിടെയല്ല ആരാധിക്കുന്ന, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം വരുവാണ്, ഞാൻ നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഈ സ്ത്രീയോടാണ്. ഒന്ന് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്ത 2000 വർഷം മുമ്പ് ആളൊരു സ്ത്രീയെ വിളിച്ചിട്ട് പറയുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ ഈ കുണ്ടലിനി ചക്രങ്ങളും മണിയും ബിസിനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കാണുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കായിട്ടാണ്. അതായത് ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് ഞാനൊരു ബിസിനസ്സിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ബിസിനസ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ കാണുമ്പം ഇവൻ ഏതാണ്ട് ആളുകളെ പറ്റിച്ച് പൈസ മേടിച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ബിസിനസ്സിൻ്റെ മേഖല എന്ന് പറയുന്നത്. അതായത് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം ആവശ്യമുണ്ട്. ഈ വെള്ളം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ താഴത്തെ കടയിൽ ചെന്നിട്ട് ഒരു 20 രൂപ കൊടുത്തൊരു ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആവശ്യം നടത്തും, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് ഒന്ന് കണ്ടു നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കടക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഈ കടക്കാരൻ അവിടെ ഇരിക്കുന്ന വെറുതെ വന്നിരിക്കുന്നതല്ല. അയാളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അയാൾക്ക് പറ്റിയ ഒരു ബിസിനസ് തിരഞ്ഞെടുത്തിട്ട് അയാളുടെ സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അയാളെ കൊണ്ട് പറ്റുന്ന അത്രയും ഒരു മണി കളക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അയാൾ എടുക്കുന്ന എഫോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഷോപ്പ് എടുക്കണം, അയാൾക്ക് അവിടെ അതെല്ലാം ഫർണിഷ് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു സാധനങ്ങൾ മേടിച്ച് വെക്കണം. സത്യത്തിൽ നമ്മൾ 20 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വന്ന് ഉപയോഗിക്കുന്ന ഈ സാധനം ഇയാൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പൈസ മുടക്കി ഇയാൾ ഇത് ആ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. ഇനി അതിന്റെ പിന്നിലേക്ക് ഒന്ന് പോയി നോക്കി, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു ഹോൾസെയിലുണ്ട്, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു ഡീലറുണ്ട്, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു മാനുഫാക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ എത്രയോ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് 20 രൂപ കൊടുത്ത് ഒരു വെള്ളം മേടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം സത്യത്തിൽ അവിടെ ആ കടക്കാരൻ ഇല്ലെങ്കിലോ നമുക്ക് ആ വെള്ളം കിട്ടാനുള്ള സാധ്യത കിണറ്റിൽ പോയി കോരി എടുക്കണം. കിണറ്റിൽ പോയി കോരി എടുക്കാൻ നല്ല വെള്ളം കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അതിന് ചിലപ്പോൾ ഒരു കിണർ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഇതിനെ മനസ്സിലാക്കിയപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചാർധാം യാത്ര പോകുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി റിയലൈസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴികളിൽ ഒരു കട പോലും ഇല്ലാത്ത ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ രാത്രി വരെ പട്ടിണി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും വെള്ളം പോലും കിട്ടുന്നില്ല. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ അതിന് മനസ്സുരുകി നമ്മൾ പ്രാർത്ഥിക്കുക, മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഒരു കട ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കടക്കാരൻ ഈ ഒരു വെള്ളം വെച്ച് അവിടെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭക്ഷണം വെച്ച് അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇതൊന്നും മേടിച്ച് കഴിക്കാമല്ലോ. പിന്നെ വിശക്കുന്നുണ്ടല്ലോ, കാരണം ഒന്നാമത് ഇതിലുള്ള യാത്ര. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നേരം സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമാണ്. കാരണം അവിടെ അത്രയും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആളുകൾ ഷോപ്പൊക്കെ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടലുകാരൻ ചെയ്യുന്ന ബിസിനസ് ആ ഒരു സേവനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ സത്യത്തിൽ ഒരു ഹോട്ടലിൽ ചെന്നു അയാൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അയാളെ ബ്ലെയിം ചെയ്ത് കുറ്റം പറയുക. അയാൾ എത്ര നന്നായിട്ട് ഉണ്ടായി തന്നാലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അയാൾ അതിനുവേണ്ടി പിന്നിലെടുക്കുന്ന എഫോർട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസിന്റെ ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾ ഈടാക്കുന്ന നിസ്സാരമായ പ്രോഫിറ്റിലേക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. പക്ഷേ ആ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഫിറ്റിന് അയാൾ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതില്ലാതെ അയാൾക്ക് ഒരിക്കലും പിന്നെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി അയാൾ ഈടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഈടാക്കിക്കൊണ്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റിനും എത്തിച്ച് തന്നിട്ട് നമ്മളെ കംഫോർട്ട് ആക്കുന്ന ഏറ്റവും വലിയ ആളുകളാണ് അവർ, അല്ലേ? നമുക്ക് ഈ കംഫോർട്ടായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ബിസിനസ്സുകാർ നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ചാരിറ്റി വർക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഇപ്പോൾ ആശാലിംഗ് ഫൗണ്ടേഷൻ ചില ചാരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചാരിറ്റിയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് നമ്മളൊന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സുകാരായിട്ടുള്ള ശിഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ പൈസ അവിടെ ആദ്യം തന്നെ പിന്നെ അവിടെ കൊണ്ടുവന്ന് ചാരിറ്റിക്കായിട്ട് തരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേര് പോലും പറയില്ല. ഇനിയൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന അവരാണ്. മറ്റുള്ളവരൊന്നും ചാരിറ്റി ചെയ്യുന്നില്ല നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. കുറച്ചും കൂടി സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ബിസിനസ്സുകാർക്കുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഒരു ആൾക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മളത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പം അവർ ശമ്പളം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ആ സ്വാതന്ത്ര്യം ഉണ്ട്. അവന് എപ്പം വേണമെങ്കിലും കുറച്ച് പൈസ എടുത്ത് അതിലേക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ ഒരു ചാരിറ്റി പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് ആയിട്ടാണ് ഞാൻ ബേസിക് ആയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ആ ബിസിനസ്സും അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ നമ്മൾ മണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മണി ഉണ്ടാക്കലും ഈ പറഞ്ഞ രീതിയിൽ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ കാഷായമൊക്കെ ധരിച്ച് നമ്മൾ വൈരാഗികളായി തീരുന്ന ആളുകളാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ കുടുംബത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ സംഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്പിരിച്വാലിറ്റിക്ക് നമുക്ക് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കാനുള്ള എനർജി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നിലനിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ശക്തമായ എനർജിയാണ് മണി എന്ന് പറയുന്നത്. കാരണം മണി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്കൊരു സ്പിരിച്വൽ വഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നമുക്കറിയാം, നമുക്കൊരു സ്പിരിച്വൽ അലൈൻമെന്റ് കിട്ടി, അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ഭൗതികതയെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഹിമാലയത്തിൽ പോയി തപസരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ പോയി തപസരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോയി മറ്റെല്ലാം ഉപേക്ഷിച്ച് നമ്മളവിടെ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് എൻലൈൻമെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഫോറസ്റ്റിൽ പോയി ഞാൻ താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ എന്നെ പിടിച്ച് അകത്തോട്ട് നിന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറെ സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളം ഇതുപോലെയുള്ള പിന്നെ മഠങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ ഏതൊരു ആശ്രമത്തിലേക്ക് കയറി ചെല്ലണമെങ്കിലും നമുക്ക് അവിടെ ഒരു പിന്നെ പേയ്മെന്റ് ആവശ്യമാണ്. അവർക്കും അവിടെ നിലനിൽക്കാനുള്ള പൈസ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സാമ്പത്തികമായ അടിത്തറ ശക്തമായിരിക്കണം. അതായത് സാമ്പത്തികമായിട്ടുള്ള ഈ മണി എന്ന് പറയുന്ന അടിത്തറ ഒരു പരിധിവരെ ശക്തമാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുണ്ടലിനിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ കുണ്ടലിനി എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ആശയമല്ലെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള 6 ചക്രാസ് ഇവിടെ വരെ ഉണ്ട്. പിന്നെ സഹസ്രാരം നമ്മുടെ ക്രിയേറ്ററുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രങ്ങളുണ്ട്. അപ്പം ആ ഒരു യാത്രയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതായത് എന്താ വെച്ചാൽ നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചും സംസാരിച്ചു. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു യാത്രയിലൂടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ മൈൻഡ്ലെസ്നെസ്സിലേക്ക് എത്തുവാണ്. അതെ, ആ മൈൻഡ്ലെസ്നെസ്സിലേക്ക് എത്താനായിട്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം തന്നെയെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് റൂട്ട് ലെവലിലുള്ള എനർജീസുമായിട്ട് കറക്റ്റ് കണക്ഷൻ ഉണ്ടായി അവിടെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടും ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ റൂട്ട് എനർജി ഓപ്പൺ ആയി. അപ്പൊ ആ അടുത്ത ലെവലിൽ എനർജി ഓപ്പൺ ആയി. ഈ പറഞ്ഞ രീതിയിൽ സ്വാധിഷ്ഠാനം ഓപ്പൺ ആയി, അല്ലെ മണിപൂരം ഓപ്പൺ ആയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആ ടേമുകൾ നിങ്ങൾ പുതിയതായിട്ട് ആളാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഓപ്പൺ ആയി. അവിടെ സപ്രസ്ഡ് ആയിട്ടൊന്നുമില്ല, അൺഎക്സ്പ്രസ്ഡ് ആയിട്ടൊന്നുമില്ല. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഈ പറഞ്ഞ മാപ്പിൽ അഡ്രസ് ഇട്ടു. അപ്പൊ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അടുത്ത് ഇതിലേ പോകുന്ന വെച്ചാൽ ആ സ്ഥലത്തോട് കട്ടപ്പന
പൂനെ എത്തി, അത് കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ എത്തി, അത് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തി, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം എത്തി. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഫിറ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ അതിന് പകരം ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് പോകുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരെ വിൽ പവറുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവും. അവർക്ക് ചിലപ്പോൾ ഹൈ വിൽ പവർ ഉണ്ടാവും, പക്ഷെ അവർ ഫണ്ടമെന്റലി മിസറബിൾ ആയിരിക്കും. അവർക്ക് കാരണം മണി എനർജി ഒന്നും അവരിലുണ്ടാവില്ല. അപ്പൊ കുണ്ടലിനി ശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ലെവൽ, അതായത് നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ചക്രം എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ഈ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. സെക്യൂരിറ്റി, ഷെൽട്ടർ, ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഫുഡ് നേടിയെടുക്കാൻ പറ്റും? ഇപ്പം നമുക്കിപ്പം പണ്ടത്തെ പോലെ ഒരു വനത്തിൽ പോയി കായ്കനികൾ പറിച്ച് ഭക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫുഡ് നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മണി വേണം. അതുപോലെ തന്നെ നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കണം, നമുക്കൊരു വീടുണ്ടാക്കണം, അപ്പം അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നമുക്ക് ജീവിക്കണം. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് ആവശ്യം എന്ന് പറയുന്നത് മണി എനർജിയാണ്. അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രം, അതായത് നമ്മുടെ റൂട്ട് ചക്രം തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ മണി എനർജിയിലാണ്. അപ്പോൾ കുണ്ടലിനിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രമാണ്. അത് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ ജീവകാന്ത ശക്തിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മൂലാധാര ചക്രമാണ്. അപ്പോൾ ആ ചക്രത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ റൂട്ട് നമ്മൾ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഭൂമിയുമായിട്ടുള്ള ഗ്രൗണ്ടിങ് ഉണ്ടാകുന്നു, റൂട്ട് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ റൂട്ട് ക്ലിയർ ആകുമ്പോൾ നമ്മൾ ആദ്യമേ എന്താ ഉണ്ടാവേണ്ടത്? മണി എനർജിയാണ് ഉണ്ടാവേണ്ടത്. മണി വരണം. മണി വരാതെ നമ്മളിപ്പം റൂട്ടിൽ കണക്റ്റഡ് അല്ലാതെ, റൂട്ട് സ്ട്രോങ് അല്ലാതെ നേരെ ഫോർഗട്ടിലേക്ക് അല്ലെങ്കിൽ നേരെ നമ്മുടെ തേടയിലേക്ക് പിടിച്ചാൽ, ആഞ്ഞയിലേക്ക് പിടിച്ച് ആഞ്ഞയെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവന് വിൽപ്പവർ ഉണ്ടാകും, പക്ഷെ അവന് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അല്ലേ? അയാളോട് പോയി നമ്മൾ പിന്നെ ആത്മീയത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള നമ്മുടെ റൂട്ട്, നമ്മുടെ ബേസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. അതിനാണ് നമ്മളെ കുണ്ടലിനി ശക്തി നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ആ ശക്തിവിശേഷം നമ്മൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ റൂട്ടിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മളൊരു ഉറച്ച വ്യക്തികളായി മാറുന്നു. നമ്മുടെ ആശയങ്ങളെ ഉറച്ച രീതിയിൽ പറയാൻ പറ്റുന്നു. നമുക്ക് മറ്റുള്ള നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ ചെയ്യുന്നു, അവിടെ പ്രൊഫഷനിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയാണ്, അവിടെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയാണ്. കാരണം അതിനുള്ള ആശയങ്ങൾ നമുക്ക് ഉണ്ടായി വരികയാണ്. കാരണം അവിടെ അടിയുറച്ച ആശയങ്ങളെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അടിയുറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ബിസിനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്നാ പറയുന്നത്, അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ടും അവരുടെ ബിസിനസ് പിന്നെ ഫെയിലായി പോകും. അപ്പോൾ ഇവിടെ അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ചക്രമാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. ഇനി അതിന്റെ മേലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ക്വസ്റ്റൻ ആഡ് ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെ ഈ കാരണം മണി വളരെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഐഡിയ ആണ് ഒരുപാട് ആളെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ റിലീജിയൻ മണിയെ കുറിച്ച് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വളർന്നു വന്ന ഇതിൽ ഞാൻ കേട്ടിട്ടുള്ളത് ദാരിദ്ര്യമാണ്, അല്ലേ? എസ്പെഷ്യലി ധനവാൻ സ്വർഗരാജിൽ പോകുന്ന ഒട്ടകം സൂചിക്കുഴേക്കാളും ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നത്. അപ്പൊ മണിയെ കുറിച്ച് ഒരുപാട് പേർക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വേണ്ട, പക്ഷെ ഒരുപാട് പേർക്ക് മണിയെ കുറിച്ച് ഷെയിമുണ്ട്, മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഷെയിമുണ്ട്. എനിക്കത് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ഞാൻ അമേരിക്കയിലെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കണ്ട ഒരു കാര്യം വെച്ചാൽ, എൻ്റെ ഒരുപാട് ക്ലയന്റുകൾക്ക് സെക്ഷുവാലിറ്റി, അമേരിക്ക ആയതുകൊണ്ട് സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഷെയിം കുറവാണ്, അതിനേക്കാളും കൂടുതൽ ഷെയിമാണ് മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ആ ഷെയിം ഉള്ള അത്ര സമയം അവരുടെ റൂട്ട് കൺജസ്റ്റഡ് ആയിരിക്കില്ലേ? ആയിരിക്കും. അല്ല, ആ ഒരു ഷെയിം കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മതങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ മനുഷ്യനും പിറന്ന് അവൻ വളർന്നു വരുന്ന സമയത്ത് ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ആവുന്ന സമയത്ത് അവൻ്റെ ഒരു എൻ്റെ ലൈഫിലേക്കുള്ള സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. അത് അതിനകത്ത് മതപരമായ ആശയങ്ങളുണ്ട്, സാമൂഹികപരമായ ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളുണ്ട്, അവൻ്റെ കുടുംബപരമായ ആശയങ്ങളുണ്ട്, ദേശപരമായ ആശയങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പം മതപരമായ ആശയമാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹികപരമായ ആശയങ്ങളാണെങ്കിലും മണിയുള്ള ആളുകളെല്ലാം എന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. കാരണം മണി സമ്പാദിച്ച ഒരാൾ അയാൾ എന്തൊക്കെയോ മോശ കാര്യം ചെയ്തിട്ടാണ് ഈ മണി സമ്പാദിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ ആശയം നമ്മളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് മതങ്ങൾക്ക് എന്താണ് ഗുണമുള്ളതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ ഏതെങ്കിലും തരത്തിൽ അടിമകളാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിന് വിധേയമാക്കി നമ്മളെ നിർത്തണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്തുമാകട്ടെ, ഒരു ആശയത്തിന് വിധേയമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കുറ്റബോധം ജനിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ പറഞ്ഞ ഒരു തെറ്റായ ഒരു ആശയം നമ്മൾ കുത്തി നിറച്ചുകൊണ്ട്, അല്ല അതിന് സെക്സിനെ കുറിച്ചുള്ള കുറ്റബോധം മാത്രം പോരെ, മണിയെ കുറിച്ചുള്ള ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഒരു ബിസിനസ് ലെവലിൽ ഇത് ചിന്തിച്ചിട്ട് പറയാണ്, എൻ്റെ അറിവില്ലാതെ കൊണ്ട് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. മറ്റേ ഈ എന്നാ തേന്മാവൻ കൊമ്പത്തിനകത്ത് പറയല്ലേ, എന്നാ നമ്മുടെ കുഞ്ഞു
കുത്തി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വെച്ചാൽ നമുക്ക് മാസസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സെക്സിനെ കുറിച്ച് ഷെയിം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മണി ആൾക്കാർക്ക് ഇപ്പൊ ക്രിസ്ത്യൻസിന് അല്ലെ മുസ്ലിങ്ങൾക്ക് അല്ലെ ഹിന്ദുക്കൾക്ക് ഓർഗനൈസ്ഡ് റിലീജിയൻ ആകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മണി ഉള്ളവർ ഉണ്ടാകുമ്പോഴല്ലേ എനിക്ക് കൂടുതൽ അവരുടെ നിന്ന് പൈസ മേടിക്കാൻ പറ്റുന്നത്. എന്റെ അറിവില്ലായ്മ ചോദിക്കാം. ഇപ്പൊ മണിയുള്ളവർ, ഈ മണി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പോസിറ്റീവായിട്ടുള്ള അല്ലെ ഈശ്വരീയമായ ആത്മീയമായിട്ടുള്ള ഒരു എനർജി ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മണി എടുത്ത് ആർക്കും ദാനം തന്മ അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മണി എന്ന് പറയുന്നത് അല്ലെ മണി പണം സമ്പാദിക്കുന്നത് അല്ലെ ഒരു ധനവാൻ ഈ പറഞ്ഞ പോലെ ഒട്ടവും സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്ന പോലെയാണ് ഒരു ധനവാൻ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിപ്പം ഒരു മതത്തിന് മാത്രമായിട്ടല്ല എല്ലാ മതങ്ങളിലും ഈ ദാരിദ്ര്യവും അപ്പം പിന്നെ ദാരിദ്ര്യം മൃദുവായിട്ട് എടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാഷായം ധരിച്ച് വൈരാഗികളായി തീരുന്നതും ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിന്നെ പണപരമായ രീതി അല്ലെങ്കിൽ പിന്നെ ധനാത്മകമായ രീതിയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ ധനാത്മകത നമ്മളിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ധനാത്മകതയെ നമ്മൾ ഈശ്വരീയമായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ഒരു മതത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ സ്ഥാനമില്ല. കാരണം മതത്തിന് പിന്നെ നമ്മളെ നമ്മളെ അടിമകളാക്കാൻ സാധിക്കില്ല. ഇപ്പം മതങ്ങളെല്ലാം അങ്ങനെ നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം മതത്തിനെതിരുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ മണിയെ പറ്റിയുള്ള ഒരു തെറ്റായ ആശയം കുത്തി നിറച്ചെങ്കിൽ മാത്രമേ ആ ഒരു മേഖലയിൽ അവർക്ക് പിന്നെ നമ്മുടെ മേളിൽ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ഞാൻ ചെറിയ നാടി തൊട്ടെ, അതായത് എന്ന് വെച്ചാൽ കേൾക്കുന്ന കുട്ടികളായിട്ടുള്ള ആൾക്കാരും വലിയവരായിട്ടുള്ള ആൾക്കാരും ഇടയ്ക്കുള്ള ആൾക്കാരും നിങ്ങളുടെ മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മതത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മതത്തിന് ഒരുപാട് വാല്യൂകളുണ്ട്. എൻ്റെ പേഴ്സണൽ ബിലീഫാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷാക്കാരി അഗ്രി എന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എല്ലാ റിലീജിയനും അതിൻ്റെതായ വാല്യൂ, ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഇതിനും നിരീശ്വരവാദത്തിനും ഈ പറഞ്ഞ രീതിയിൽ സ്പിരിച്വാലിറ്റി തന്നെ പോകുന്ന ആൾക്കാർ എല്ലാത്തിനും എല്ലാ ഇസങ്ങൾക്കും എല്ലാ റിലീജിയനുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂകളുണ്ട്. സൊസൈറ്റിയിൽ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായത് തന്നെ അത് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാലത്ത് അത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കൾച്ചറിലാണോ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പോകാം. നമ്മുടെ തീം എന്ന് വെച്ചാൽ നമ്മൾ ആ സ്പിരിച്വാലിറ്റി നിന്നുകൊണ്ട് എങ്ങനെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാം, ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ വളർച്ച ഉണ്ടാക്കാം, ആ തീമിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അപ്പോൾ റൂട്ട് അതായത് നമ്മൾ മൂലാധാരം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിലേക്ക് ആ ഒരു ധനാത്മകതയെ കൊണ്ടുവരാനായിട്ടും ആ ധനാത്മകത നിലനിർത്താനായിട്ടും. ഇപ്പം ധനാത്മകത കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, ധനത്തെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യം, അതിനേക്കാളും അത്യാവശ്യമാണ്, കൊണ്ടുവരാനേക്കാളും കൂടുതൽ നിലനിർത്താൻ പറയും. അപ്പം അങ്ങനെ സംരക്ഷിതമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ചക്രം പിന്നെ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്കിപ്പോൾ ഒരു ധനാത്മകത നമ്മളിലേക്ക് ആകർഷിക്കണം. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പരസ്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ പല വീഡിയോകൾ ചെയ്യുന്നു, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, അവരുടെ ബിസിനസ്സിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആകർഷണത്തിൻ്റെതായ എനർജി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അപ്പോൾ സ്വാധിഷ്ഠാനം ആയെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിലേക്ക് അതിൻ്റെ ഒരു ഓണർ എന്നുള്ള നിലയിൽ ആ ഒരു ക്ലയൻസിനെ അവർക്ക് ആകർഷിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ഒരു എനർജി ഫീൽഡുകളായിട്ട് തന്നെയാണ്. ഈ പറഞ്ഞ 7 പിന്നെ കേന്ദ്രങ്ങളുള്ള 7 പോയിന്റുകളുള്ള, അതായത് ഈ 7 ചക്രങ്ങളുള്ള ഒരു എനർജി ഫീൽഡായിട്ടാണ് ഞാൻ ഒരു ബിസിനസ്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഹീൽ ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയുമ്പം അതിന് ഒരുപാട് മേഖലകളുണ്ട് അല്ലേ. അതിൻ്റെ സെയിൽസ് ഉണ്ട്, അതിൻ്റെ പർച്ചേസ് ഉണ്ട്, അതിൻ്റെ സ്റ്റാഫ് ഉണ്ട്, അതിൻ്റെ പിന്നെ HR ഉണ്ട്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ നിരവധി മേഖലകളുണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസ്സുകളെ ഹീൽ ചെയ്യുന്നതിലൂടെ അവരുടെ ബിസിനസ്സിനെ, അതായത് മറ്റു രീതി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവരുടെ റൂട്ടിനെ ആയിട്ട് സ്ട്രോങ് ആക്കുകയും അല്ലെ സ്വാധിഷ്ഠാനവും സ്ട്രോങ് ആക്കുകയും മണിപൂരവും സ്ട്രോങ് ആക്കുകയും ചെയ്യുവാണെങ്കിൽ അതിലൂടെ അവരുടെ ബിസിനസ് കൂടുതൽ വളരാനും സ്റ്റേബിൾ ആക്കാനും പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെയുള്ള പല ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അവരുടെ റൂട്ട് ചക്ര അത്ര പിന്നെ പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അവരിലേക്കുള്ള മണി ഫ്ലോ തീരെ കുറവായിരിക്കും. അപ്പോൾ കാരണം അവർ പല രീതിയിലുള്ള പല ബാങ്കുകളുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് സംസാരിക്കും. പക്ഷേ ആ മണി ഫ്ലോ അവർക്ക് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ ഒരു സെയിൽസിൽ നിന്നുള്ള മണി ഫ്ലോ കുറവായിരിക്കും. അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള അവരുടെ മണി ഫ്ലോ തീരെ കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മണി ഫ്ലോ കുറയുമ്പം അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് അവിടെ
പിന്നെ പുറകോട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പൊ റൂട്ടുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ ആ റൂട്ടുമായിട്ട് അത് വ്യക്തിയാണോ അതോ ബിസിനസ്സിന് തന്നെ ഇതിന് വേറൊരു എനർജി എൻറ്റിറ്റി ഉണ്ടോ? അല്ല, ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു എനർജി എൻറ്റിറ്റി തന്നെയാണ്. ഞാൻ അതിനൊരു എനർജി ഫീൽഡായിട്ടാണ് കാണുന്നത്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു എനർജി ഫീൽഡായിട്ടാണ് ഞാൻ അതിനെ. അൾട്ടിമേറ്റ്ലി എല്ലാ എനർജിയാണ്, ബിസിനസ്സും എനർജിയാണ്, നമ്മളും എനർജി. അപ്പൊ നമ്മുടെ എനർജിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ബിസിനസിന്റെ എനർജി വർക്ക് ചെയ്യുന്നത്? അതിനകത്ത് നമ്മുടെ എനർജി അതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ബിസിനസിന്റെ എനർജി ഞാൻ ബിസിനസിന്റെ സെപ്പറേറ്റ് ഒരു എനർജി ഫീൽഡായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ എനർജി എല്ലാം എനർജി ഫീൽഡുകളായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ അറിയുന്നതും. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു എനർജി ഫീൽഡാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ക്ഷേത്രത്തെ എടുത്താൽ ഒരു പള്ളി എടുത്തു കഴിഞ്ഞാൽ അതും ഒരു എനർജി ഫീൽഡാണ് അല്ലേ? അപ്പം നമ്മുടെ ചില പള്ളികളിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, ചില പള്ളികളിൽ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞ എനർജി ഫീൽഡിനെ വെച്ചിട്ടാണ്. ഇപ്പൊ പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും ഇതിന്റെ ആരാധനാലയങ്ങളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞ എനർജി ഫീൽഡുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതൊക്കെ വളരെ സൂക്ഷ്മമായ സയൻസ് ആണ്. അതിന്റെ പിന്നെ സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അത് ഓപ്പണായിട്ട് നമ്മളൊരു ഇതിൽ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബിസിനസിനെ കാണുന്നതും അതേപോലെ തന്നെയുള്ള ഒരു ബിസിനസ് ഒരു സ്ട്രക്ചറായിട്ടാണ്. അപ്പോൾ ആ ഒരു എനർജി ഫീൽഡിലേക്ക് എവിടെയാണോ ഒരു ബിസിനസ്സുകാരന് ചലഞ്ച് വരുന്നത്, ഉദാഹരണമായിട്ട് ഇപ്പോൾ അവന് മണി ഫ്ലോ വരുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇല്ല, അല്ലെങ്കിൽ അവന് സെയിൽസ് ചെയ്ത് പൈസ വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന പൈസ അനാവശ്യമായിട്ട് ചിലവഴിച്ച് പോകുന്നു, അതിപ്പോൾ ഇതിലെ കൂടെയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റൂട്ടിലേക്ക് അവൻ്റെ ആ ഒരു ബിസിനസിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ ആ എനർജി കൊടുത്തുകൊണ്ട്, ആ ഹീലിംഗ് എനർജി കൊടുത്തുകൊണ്ട് അവിടെയുള്ള തടസ്സങ്ങളെ പരിഹരിച്ചിട്ട് ആ ഒരു ക്യാഷ് ഫ്ലോ കൊണ്ടുവരാനായിട്ടുള്ള എനർജി അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ബിസിനസ്സുകൾ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. വലിയ ക്യാഷ് ഫ്ലോയിൽ പിന്നെ വലിയ വ്യത്യാസം ഉണ്ടായി. ഇനിയിപ്പോൾ അവരുടെ സെയിൽസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സെയിൽസിന് ഒട്ടും പിന്നെ മാച്ചാവുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് ഒട്ടും ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കും. അപ്പം ഈ സെയിൽസ് മാച്ചാവാത്തത് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ മോശം കൊണ്ടാണോ, അതോ സെയിൽസ്മാൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതോ ഈ ഇവരുടെ പരസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതോ എവിടെയാണ് എനർജി വേസ്റ്റ് ആവുന്നതെന്ന് നമ്മൾ നോക്കും. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പിന്നെ സ്വാധിഷ്ഠാനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ആ ഹീലിംഗ് എനർജി ഇട്ട് കൊടുക്കും. അവിടെ ഉള്ള ബ്ലോക്കുകളെ മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കും. പമ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെയൊക്കെ ആളുകൾ കൂടുതൽ കണക്ട് ആകാൻ തുടങ്ങും. എവിടെയൊക്കെയാണ് അവർ ചലഞ്ചസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചലഞ്ചസ് അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചലഞ്ചസ് ക്ലിയർ ചെയ്തെടുക്കുന്ന സമയത്ത് സെയിൽസ് ഓട്ടോമാറ്റിക്കലി കൂടും. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് റിസൾട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ ഒക്കെ എടുത്തെന്ന് വരും. ആ ഒരു സമയം, കാരണം അത്രയും ഒരു ബിസിനസ് തന്നെ ഒരു വ്യക്തി പോലെ അല്ലല്ലോ. ഇപ്പം റൂബിളിന് വേണ്ടിയിട്ട് ഞാനൊരു ഹീലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റൂബിളിൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ തീർത്ത് ഞാൻ ഹീൽ ചെയ്ത് തന്നാൽ മതി. ബിസിനസ് ആകുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ബിസിനസ് ആകുമ്പം ഒരുപാട് ആളുകളുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, ഒരുപാട് മേഖലകളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഓരോ ഏരിയകളിലേക്ക് പോയി പഠിച്ചിട്ട് അവിടെ, അപ്പം ഞാൻ പഠിക്കാന്ന് പറഞ്ഞാൽ പുറമേ നിന്നും, ഇപ്പം റൂബിളിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനറും അതുപോലെ തന്നെ ഒരു വലിയൊരു ബിസിനസ്സുകാരുമാണ് താങ്കളെ സംബന്ധിച്ചുള്ള ഒരു ബിസിനസ്സിനെ കാണുന്നത് അതിൻ്റെ ആ ഒരു പുറം പരിധിയിലുള്ള അതിൻ്റെ എല്ലാ അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഞാനൊരു ബിസിനസ്സിനെ കാണുന്നത് അതിൻ്റെ എനർജി ലെവലിലാണ്. അപ്പം ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എനർജി ലെവലിൽ ഇപ്പം റൂട്ടിൽ എന്താണ് പ്രോബ്ലം, അവിടെ ഞാനത് പ്രോബ്ലം പറഞ്ഞു കൊടുക്കും. ഇന്ന് നിങ്ങളുടെ റൂട്ട് ഈ ഒരു ബിസിനസ്സിൽ ഇന്ന ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് പ്രോബ്ലം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ ആ എനർജി ഇട്ട് നോക്കി അതിനകത്ത് പ്രോബ്ലം എവിടെയാണ്, ഇപ്പോൾ എനർജി എവിടെയാണ് വേസ്റ്റ് ആവുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് ഈ മണി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ പോകുന്നത്, എവിടെയാണ് അത് വേസ്റ്റ് ആയി പോകുന്നത്, എവിടെ നിന്നാണ് ഇത് ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ബ്ലോക്കുകളെ മാറ്റി അത് ക്ലിയർ ചെയ്ത് അതിലേക്ക് എനർജി ഇട്ട് കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മണി ഫ്ലോ റെഡിയായി. ഇനി സെയിൽസിലേക്ക് വരുന്ന സമയത്ത് സെയിൽസിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽസ്മാന്മാർ മോശമാണ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവിടെ നമ്മൾ എനർജി ഇട്ട് നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അവിടെയുള്ള തടസ്സങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. അവിടേക്ക് അവിടെ നമ്മൾ ഹീൽ ചെയ്ത് അതിനെ നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഈ ഒരു കാര്യം, ഈ ഒരു പിന്നെ ബേസിലെ കാര്യം നടന്നു, സ്വാധിഷ്ഠാനത്തിലെ കാര്യം നടന്നു. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണിപൂരം എന്ന് പറയുന്നത്. മണിപൂരം എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ മണിപൂരത്തിലാണ് നടക്കുന്നത്. കാരണം അവിടെയാണ് എനർജിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. മണിപൂരം എന്ന് പറയുന്നത്, ചക്രം എന്ന് പറയുന്നത് തന്നെ അഗ്നി തത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമാണ്. കാരണം അഗ്നി തത്വത്തിൽ അഗ്നിയാണ് നമ്മുടെ ഉള്ളിലെ എനർജി ആയിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാപഞ്ചികമായ എനർജിയെ നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്നത് ഈ മണിപൂര ചക്രമാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ചില ബിസിനസ് കാണത്തില്ലേ, പിന്നെ നല്ല സെയിൽസ്മാൻമാരുണ്ടായിരിക്കും, നല്ല പ്രൊഡക്റ്റ് അവർക്കുണ്ടായിരിക്കും, നല്ല അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കും, പക്ഷേ അതിലേക്ക് ഒരിക്കലും ബിസിനസ് വരികയില്ല. ഇഷ്ടംപോലെ പൈസ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ എന്താണ്,
ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വലിയ ബിസിനസിന്റെ ഓണേഴ്സായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ആക്ഷൻസ് നടക്കുന്നില്ല. മറ്റവർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അതെല്ലാം ഒരു നോർമൽ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോകും. പക്ഷേ ശരിയായിട്ടുള്ള ബിസിനസിന്റെ ആക്ഷൻസ് അവർക്ക് നടത്താനായിട്ട് പറ്റില്ല. കാരണം എവിടെയാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണോ അതോ നമ്മൾ സെല്ല് ചെയ്യുന്ന ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണോ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്കായ കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിലുള്ള ആ ഒരു എനർജി കിട്ടുന്നുണ്ടോ, ശരിയായ രീതിയിലുള്ള പ്രയോജനം കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവർ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വന്നിട്ട് പെട്ടെന്ന് അവരുടെ ബിസിനസ് താഴേക്ക് പോയി. ഇപ്പം നമ്മുടെ ബൈജൂസ് ആപ്പിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം അല്ലേ, എത്രയോ വലിയ രീതിയിൽ അവർ കയറി വന്നതാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ മണിപൂരകത്തിൽ എനർജി ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിന് എനർജി ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ബിസിനസ്സുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനാണെങ്കിലും അവരുടെ ഓരോ ഡിവിഷനിലേക്കാണെങ്കിലും ശരിയായ രീതിയിൽ എനർജി ഇല്ലാതെ വരുമ്പോൾ അവിടെയൊന്നും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവിടെ എന്താണോ തടസ്സങ്ങളെന്ന് നമ്മൾ നോക്കിയിട്ട് ആ മണിപൂര ചക്രത്തിലേക്ക് വേണ്ട ആ ഒരു കാര്യത്തെ നമ്മൾ ആ ഒരു ബ്ലോക്കുകളെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ ഹീലിംഗ് എനർജി ഇട്ട് കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു MD പോയിട്ട് ഒരു ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു ഫണ്ട് ഫ്ലോയ്ക്ക് വേണ്ടി പോവുകയാണ്. പക്ഷേ ഇയാൾ 10 പ്രാവശ്യം പോകുമ്പോൾ നടക്കുന്നില്ല. 15ാമത്തെ പ്രാവശ്യം ഇയാൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഫണ്ട് പോയി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ആ എനർജി ഇട്ട് കൊടുക്കുകയാണ്. ആ എനർജി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവർ പോകുന്ന സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി അവിടെ ആ മണി എനർജി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ ഡയമെൻഷനെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഇടപെട്ട് ഈ പറഞ്ഞ ഹീലിംഗിലേക്ക് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ വളരെ ലോജിക്കലായിട്ട് ബിസിനസ്സിനെ കാണുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് 2020 കോവിഡിന്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് സ്റ്റൂ എന്ന് പറഞ്ഞേക്കുന്ന ഒരു അമേരിക്കക്കാരി, കാലിഫോർണിയക്കാരി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ക്ലൈന്റ് ആയിട്ട് വന്നു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എനർജി ഹീലിംഗ് ഉപയോഗിച്ച് ഞാൻ ബിസിനസ്സിനെ വളർത്തുവാണ്. അപ്പം ഞാൻ പറഞ്ഞു എനർജി ഹീലിംഗ്, ഞാൻ ഈ പറഞ്ഞ ബിസിനസ്സും മാർക്കറ്റിംഗും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, എനർജി ഹീലിംഗ്. അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്ന് ഗ്രൂപ്പ് ജോയിൻ ചെയ്തോ, പുള്ളിക്കാരി കാലിഫോർണിയയിലുള്ള ചില കമ്പനികളൊക്കെ ഹീൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞു, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊക്കെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അന്ന് ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഈ എനർജിയുടെ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പം അവിടുന്ന് ഞാൻ പിൽക്കാലത്ത് മനസ്സിലായി എനർജിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പം നിങ്ങൾ വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, ഈ എനർജി കൊണ്ട് ബിസിനസ് എങ്ങനെ വളരും എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുവാണ്. അപ്പം ഇങ്ങനെ എന്നെ പോലെ ചിന്തിച്ചിരുന്ന ആൾക്കാർ, അതായത് എനർജി കൊണ്ട് ശരിക്കും എങ്ങനെ ബിസിനസ് ബിൽഡാവും. അപ്പം എൻ്റെ വർക്കിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം. അതെന്ന് വെച്ചാൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് എനർജി ആയിട്ട് കണക്റ്റഡ് ആകണം. അപ്പോൾ യാഷയുടെ 3 ചക്രാസ് ആണത്. വിൽ പവറുമായിട്ട് കണക്റ്റഡ് ആകണം, അതിനെക്കുറിച്ച് നമുക്ക് ഒരു സെക്കൻഡ് സംസാരിക്കാം. അതുപോലെ യൂണിവേഴ്സിറ്റി ഒരു ഗ്രേസ് ഉണ്ടാകണം. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താമെന്നാണ് ഞാൻ ജനറലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ യാഷ പറഞ്ഞ് ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളോട് എന്താണ് പറയാനുള്ളത്, അതുപോലെ വിൽ പവറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തുകൂടെ പറയാമോ? വിൽ പവറിന്റെ അത് രണ്ട് സബ്ജക്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ എനർജിയുമായിട്ട് എന്താണ് ബിസിനസിന്റെ കണക്ഷൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിന്നിൽ ഒരു നമ്മുടെ ഉള്ളിലെ തന്നെ ആ ഒരു അതിശക്തമായിട്ടുള്ള ആ ഒരു ജീവകാന്ത ശക്തിയുടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഇവിടെ നിന്ന് ഒരു യാത്ര പോകുന്നു. ഈ യാത്ര പോകുന്ന നമുക്ക് യാത്ര പോകാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലേ? വണ്ടിയെ കയറി ഇരിക്കാം, യാത്ര പോകാം. പക്ഷെ ഇത് എവിടെ ചെല്ലും നമുക്ക് എന്തെങ്കിലും പിന്നെ ഉറപ്പില്ല അല്ലേ? അപ്പം ഈ യാത്ര നമുക്ക് ആരംഭിക്കാം, അല്ലെ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്താം, ഈ കാര്യങ്ങളെല്ലാം നടത്താം. പക്ഷേ ഇത് എവിടെ ചെന്ന് എത്തണം, അല്ലെങ്കിൽ ആ യാത്ര എവിടെ എത്തി നിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു എനർജി തലത്തിൽ നമുക്ക് ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ ഒരു യാത്ര തന്നെയാണ് അല്ലേ? അത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അത് 1 by 1 ആയിട്ട് വികസിച്ച് വരുന്ന ഒരു യാത്ര തന്നെയാണ് ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള എനർജി നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള എനർജി ഫീൽഡിലല്ല നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള എനർജി ഫീൽഡുകളുടെ, നെഗറ്റീവായിട്ടുള്ള എനർജി എന്ന് ഞാൻ പറയുന്നില്ല, എനർജി ഫീൽഡുകളുടെ പ്രസൻസ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പോൾ അവിടെയാണ് ആ ഒരു ഹീലിംഗിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ
അവിടെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽഡുകളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനെ നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ എനർജി ഫീൽഡുകളെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള എനർജിയെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ്, ഒരുപാട് നെഗറ്റിവിറ്റിയുള്ള എംപ്ലോയി ആയിരിക്കും ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനായിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ 100 സാധനങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ, അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ കമ്പനിയുടെ സിസ്റ്റത്തിൽ ആ ഒരു എനർജി പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഏത് മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ MD-ക്കോ അല്ലെങ്കിൽ അതിൻ്റെ CEO-ക്കോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റണമെന്നില്ല. കാരണം എനർജിയിലായിട്ടുള്ള ഈ ആദ്യം ഈ ചേഞ്ച് ഉണ്ടാകുന്ന എനർജിയിലാണ്. പിന്നെ കൃത്യമായിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു കാര്യമാണ്. അതായത് എന്താ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റോങ് ഡിസിഷൻ ചിലപ്പോൾ എടുത്തു പോകാറുണ്ട്. അതിന്റെ റൂട്ടായിട്ടുള്ള കോഴ്സ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആകാം. അതെ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളിലും 2 വഴിയുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കിപ്പം നേരെ എറണാകുളത്തിന് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ പിന്നെ ആലുവയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് തിരുപ്പൂരത്തേക്ക് പോകാം. എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനം എറണാകുളത്തിലാണെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള വഴി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. അത് പക്ഷേ നമുക്ക് എറണാകുളത്തിനാണ് നമ്മൾ പോകേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എടുത്ത തീരുമാനം ആലുവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആലുവയിലേ ചെല്ലുള്ളൂ, നമുക്ക് അവിടെ ബിസിനസ് ക്ലോസ് ആവില്ല. അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സുകാരനും ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വഴികൾ അവൻ്റെ മുന്നിലുണ്ട്. കാരണം അത് നമ്മുടെ ഫ്രീ വില്ലാണ്. എല്ലാ മനുഷ്യനും നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രേസ് തന്നെയാണ് നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീ വില്ല് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എടുക്കുന്ന ആ ഫ്രീ വില്ലിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജി ഫീൽഡ് നമ്മളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പം പിന്നെ ഇതിലേക്ക് വരുന്നത്, വിൽ പവറിലേക്ക് വരുന്നത്. കാരണം ആജ്ഞയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽ പവറിൻ്റെ ഒരു സ്റ്റേഷനും കൂടെയാണ്. അപ്പോൾ ആജ്ഞാചക്രം അല്ലെങ്കിൽ നമ്മുടെ തേടൈ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ആ ഒരു വിൽ പവറോടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വിൽ പവർ മാത്രമായിട്ട് കാര്യമില്ല, വിൽ പവർ മാത്രമേ ഉള്ളെങ്കിൽ അവിടെയും പ്രശ്നം വരും. കാരണം അവന് എന്ത് തീരുമാനം പെട്ടെന്ന് എടുക്കുന്ന റോങ് തീരുമാനമാണെങ്കിൽ അത് ആ ബിസിനസ്സിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു വിൽ പവർ മാത്രമല്ല, ആ ഒരു നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം, നമ്മുടെ ബുദ്ധിയിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം. അപ്പം നമ്മൾ ആജ്ഞ ശരിയായ രീതിയിൽ നമ്മളിപ്പം അവരിലേക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ സെഷനിൽ നമ്മൾ അവർക്ക് പിന്നെ അവരുടെ ആജ്ഞയിലായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് കൊടുത്തു കഴിയുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ആജ്ഞ പിന്നെ ഓപ്പണായി പ്രവർത്തനക്ഷമമാവുകയും അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. കാരണം അവരുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കും. ഇപ്പോൾ ഞാൻ റൂബലിൻ്റെ ആജ്ഞയിലേക്ക് ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ റൂബലിന് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൂബലിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു റൂബലിൻ്റെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയാണ്. അപ്പം പ്രാപഞ്ചികമായ കോൺഷ്യൻസുമായിട്ട് കണക്റ്റഡ് ആവുകയും അങ്ങനെ ആ ഒരു ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഇൻഡ്യൂഷൻസ് നമുക്ക് കിട്ടുകയും അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ എനർജി ഇട്ടുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെത്തും. ആ ഒരു ശക്തമായ വിൽ പവറോടെ നമുക്ക് ആ കാര്യത്തെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ 4 എനർജി പോലും ആവശ്യമില്ല മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ ഫാമിലിനെ മാത്രമേ ഡിസിഷൻ അഫക്ട് ചെയ്യുന്നുള്ളൂ. മറ്റേ 100 ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അതെ. അത് മാത്രമല്ല ഒരു ബിസിനസ് പറയുമ്പം അതിനകത്ത് ഓരോ നിമിഷങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഒരു ബിസിനസിന്റെ ഒരു ഓണർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും ഏറ്റവും ഹൈയിലുള്ള ആളെ എപ്പോഴും ഫ്രീ ആക്കി നിർത്തുന്നത്. അയാൾ ഫ്രീ ആണെങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എനർജി ലെവലിൽ നമ്മളതിനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എനർജിയുടെ പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു റൂട്ടിലേക്ക്, ആ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് അവർക്ക് പോയി അവർക്ക് ആ കാര്യങ്ങളെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴും ആ ഒരു കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അത് ഒരാൾക്കല്ല അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഈ പറഞ്ഞ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പം അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഫോക്കസിലൂടെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഏത് സമയത്തും തകർച്ചയിലേക്ക് പോകാം. അപ്പോൾ അവിടെയാണ് ഒരു ശരിയായിട്ടുള്ള ഒരു ഹീലറിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ബിസിനസ്സിനെ ഹീൽ ചെയ്യാൻ അറിയുന്ന ഒരാളല്ല, അതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് പ്രത്യേകമായിട്ടുള്ള സിമ്പലുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഹീലിംഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സുകാരെ പറ്റി ഞാൻ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന ആ ഒരു വർക്കും അതുപോലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ വളരെ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ
സത്യത്തിൽ ശരിക്കും നമ്മൾ ഈ കാണുന്ന കമ്പനികളും ബിസിനസ്സും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ജീവിതം ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു, അവിടെ നമുക്കൊരു ഹോട്ടൽ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ കയറി നമുക്ക് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നത്. അതേ പക്ഷേ അത് അവിടെ അങ്ങനെ ഒരു ഹോട്ടൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ശാരദാമൽ പോയപ്പോൾ പട്ടിണി കിടന്ന പോലെ നമ്മൾ പട്ടിണിയായി പോകും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവർ ചെയ്യുന്ന ഒരു സേവനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ഈ ഹീലിംഗ് എനർജി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു റിസർച്ചാണ് പിന്നീട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിയെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലേ. ഇപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ അവരുടേതായ രീതിയിൽ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒന്ന് ഈ പറഞ്ഞ പോലെയുള്ള അവൻ്റെ ബിസിനസ്സിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ അതുപോലെ തന്നെ അവന് നേരിടുന്ന ബ്ലോക്കുകൾ, അവന് നേരിടുന്ന ചലഞ്ചസ്, ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്ത് അവനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം താങ്കൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനർ എന്നുള്ള നിലയിൽ താങ്കൾ അങ്ങനെ ഒരു വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിൽ എനർജി തലത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ വരികയും അങ്ങനെ അതിനുവേണ്ടി ഞാൻ റിസർച്ച് ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ്സിനെ ഈ പറഞ്ഞ ഒരു എനർജി ഫീൽഡായിട്ട് കണ്ടുകൊണ്ട് അവിടെ ഓരോ പോയിന്റിലും ഓരോ കേന്ദ്രങ്ങളിലും ഓരോ സെൻറ്ററുകളിലും നമുക്ക് എങ്ങനെ എനർജി ഇട്ടുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഹീലിങ്ങിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചുള്ള ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ഹീലിങ്ങിൻ്റെ നീഡുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് എന്ത് സിംറ്റംസ് ആണ് ബിസിനസ്സിൽ കാണുന്നത്? നമുക്ക് ഒരു ബിസിനസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പല മേഖലകളിൽ അവർ ഈ പറഞ്ഞ ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളിപ്പം കാണുന്ന വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളെ എടുത്താൽ പോലും അവരൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ഇപ്പം മണി ഫ്ലോയുടെ വിഷയത്തിലാണെങ്കിൽ, സെയിൽസിൻ്റെ വിഷയത്തിലാണെങ്കിൽ, ശരിയായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യുന്ന മറ്റ് കമ്പനികളാണെങ്കിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ ഇവർ ചലഞ്ചസ് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഇവർ ടെക്നിക്കലി അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളെ പറ്റി പഠിച്ച് ടെക്നിക്കലി ഒപ്പിച്ച് പോവാണ്. അതായത് പലയിടത്തും അവർക്ക് ഇടേണ്ട എനർജി കിട്ടുന്നില്ല, ശരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ട എനർജി അവർക്ക് പലയിടത്തും കിട്ടുന്നില്ല. ഉദാഹരണമായിട്ട് ഇപ്പം ഒരു ബാങ്കുമായിട്ട് പോയി സംസാരിക്കുന്നു, ഒരു ഫണ്ട് ഫ്ലോയെ പറ്റി സംസാരിക്കുന്നു. അപ്പം അവിടെ ശരിയായ രീതിയിൽ എനർജി ഇട്ടിട്ടാണ് നമ്മൾ പോയി സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതുപക്ഷം അങ്ങനെ അല്ലാതെ പോയി സംസാരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിന് 50% ഫണ്ടേ ലഭിക്കുന്നുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവരുടെ ബിസിനസ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഒരു ക്രിസ്ത്യൻ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള സ്പിരിച്വൽ മൂവ്മെന്റുകളുടെ പാട്ടായിരുന്നു. ഈ പറഞ്ഞ സ്പിരിച്വൽ മൂവ്മെന്റുകൾ എക്സ്ട്രീം അല്ലായിരുന്നു, എൻ്റെ മൂവ്മെന്റ് എക്സ്ട്രീം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി പോകാന്ന് പറയുന്നത്, അപ്പൊ ബേസിക്കലി ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചൊരുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ പ്രാർത്ഥിച്ചൊരുങ്ങി പോകുന്ന സിറ്റുവേഷനിൽ കാര്യങ്ങൾ നമ്മളെ ഫേവറബിൾ ആയിട്ട് നടക്കുന്ന പോലെ, അപ്പൊ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനർജീനെ കറക്റ്റ് ചെയ്യുവാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം അത് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങൾക്ക് പോവാം. അതുപോലെ തന്നെ എനർജിയിലൂടെയും ഈ കാര്യം ഒരേ കൊടൈക്കനാലും ഫ്ലൈ ചെയ്ത് ബസ്സിലൂടെ. അതിനകത്തൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥനയിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ആ ഒരു എനർജി ഫീൽഡിനെ കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ പലർക്കും ഈ പറഞ്ഞ ആവശ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഈശ്വരനോട് നമ്മുടെ ആവലാതികൾ പറച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതെങ്കിലും മേഖലകളിൽ ഒരു ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി കൊണ്ട് നേർച്ച ഇടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പൂജ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പുറം പരിധിയിലാണ് അതിനെ ചെയ്യുന്നത്. അതിൻ്റെ പുറം പരിധിയിലാണ് അവർക്ക് അതിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നത്. എനർജി തലത്തിൽ ഒരിക്കലും അതിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പ്രെഡിക്റ്റബിളും അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ചില സിറ്റുവേഷനിൽ ചില പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് പ്രാർത്ഥിച്ച് ചില ആൾക്കാർക്ക് ബ്ലെസ്സിങ് കിട്ടി ബിസിനസ് വളർന്നു പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. ഒരാൾക്ക് ചിലപ്പോൾ നടക്കും, ഒരാൾക്ക് നടക്കില്ല സിറ്റുവേഷൻ ഉണ്ട്. അതിന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി സയൻസിലേക്ക് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു മതപരമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. എന്റെ ഹീലിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. അപ്പൊ ഏത് മതത്തിലുള്ള ആൾക്കാർക്കും ഇതിനകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാത്രമല്ല ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിത്തീരുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തെ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ഞാൻ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങളെയാണ്.
അതായത് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ്, ഒരിക്കലും വിശ്വാസത്തെയല്ല. അപ്പം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. അതായത് വിശ്വാസത്തിൽ എത്രമാത്രം നമ്മൾ വിശ്വസിച്ചൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അത്രമാത്രം നമ്മുടെ ബോധമനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആവും. അങ്ങനെയാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഓപ്പൺ ആയിരിക്കണം അല്ലേ? തീർച്ചയായും ഓപ്പൺ ആയിരിക്കണം, അല്ലാതെ ഇതൊന്നും നടക്കരുതെന്ന് പറഞ്ഞു വന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എനർജി പിന്നെ അല്ലാത്ത ലെവലിൽ ഇതിൽ വിശ്വസിച്ചു, എനർജിയിൽ വർക്കാവുന്ന വിശ്വസിച്ചു, അങ്ങനെ വലിയ വിശ്വാസങ്ങളൊന്നും വേണ്ട. ഞാൻ എന്റെ വർക്കിൽ പറയാനുള്ള കാര്യം അതാണ് വെച്ചാൽ, ഈ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി, അത് വർക്കാവും. അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ആൾക്കാരെ സംബന്ധിച്ചോളം ജസ്റ്റ് നിങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെക്ക് ചെയ്തു. അപ്പം ബേസിക്കലി ബിസിനസ്സുകാർ, ഇപ്പം മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ പ്രാക്ടിക്കൽ സൈഡിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എനർജി ഫീൽഡിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരോട് പറയും. പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ടുള്ള എനർജി, ആ ഒരു ഹീലിംഗ് എനർജി ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പം ഇനിയിപ്പം പിന്നെ യാഷ ഇവിടെ ഇരുന്ന് എനർജി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പോയി വെറുതെ കസേരയിൽ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ എനർജി ഇട്ട് കൊടുക്കുമ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു മാൻ പവറും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറായിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ലൈസൻസ് വേണം, ഒരു ലൈസൻസ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പിന്നെ അതിൻ്റെ തടസ്സങ്ങൾ മാറ്റാനായിട്ടുള്ള ആ ഒരു ഹീലിംഗ് എനർജി ഇടും. അതിൻ്റെ തടസ്സങ്ങൾ മാറ്റാനായിട്ട് ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം റൂബിള് പിന്നെ ഓഫീസിൽ പോയിട്ട് ഇനിയിപ്പോൾ അത് ലൈസൻസ് തന്നെ വന്നോളും എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അപ്പം ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് ഞാൻ മാറ്റുന്നത്, അല്ലെങ്കിൽ ആ വർക്ക് ഈസി ആക്കാനായിട്ടുള്ള എനർജിയാണ് ഞാൻ ഇട്ട് തരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓരോ സെഗ്മെൻറ്റിലും അവരുടെ ഓരോ സെഗ്മെൻറ്റിലേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ എനർജി ഇടും. അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് വർക്കിൻ്റെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ എടുത്ത് പഠിച്ചിട്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഹീൽ ചെയ്താൽ മതി. പക്ഷേ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ 100 കൂട്ടം കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് എവിടെയാണോ നമുക്ക് അതിൻ്റെ എനർജി ബ്ലോക്കുകളുള്ളത് അതിനെല്ലാം കറക്റ്റ് ചെയ്ത് അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള എനർജി ഇട്ട് കൊടുത്ത് വന്നെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പം മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പല ബിസിനസ്സുകാരും അവർക്ക് ഒരുപാട് ഐഡിയകളുണ്ടാവും, ഒരുപാട് ഒരുപാട് ഫണ്ടുണ്ടാവും, ഒരുപാട് സാധ്യതകളുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ വളർത്താനായിട്ടോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പലതും അച്ചീവ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ ഗുരുത്വം എന്ന് പറഞ്ഞൊരു കാര്യം പറയും അല്ലേ? അപ്പം ആ ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ശരിയായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഗുരുത്വം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്ത് 90% വരെ നമുക്കുണ്ട്, അത് നമ്മുടെ ഫ്രീ വില്ലിലാണ്. പക്ഷേ ഈ അവസാനത്തെ 10% ഒരിക്കലും നമ്മുടെ ഫ്രീ വില്ലിലല്ല നിൽക്കുന്നത്, അത് എനർജി തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എനർജി തലത്തിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെയുള്ള ബ്ലോക്കുകൾ മാറ്റി ആ എനർജി തലത്തിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അത് 10% ആണെങ്കിൽ ആ 10% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 10% ഇമ്പോർട്ടൻറ്റ്. കാരണം ഫൈനലി ഇത് അച്ചീവ് ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൃത്യമായിട്ടൊരു ക്യാമറ വെച്ച് ആ ക്യാമറ റെക്കോർഡാണെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിവിടെ നിന്ന് എത്ര സംസാരിച്ചാലും അതവിടെ റെക്കോർഡിങ്ങിൽ കിട്ടിയില്ല കാര്യമില്ലല്ലോ. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം വെച്ചാൽ, എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സിലറേറ്റർ 85 എന്ന് പറഞ്ഞേക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ക്രിയേറ്ററാണ്. എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ ബിസിനസ് പാർട്ട്നേഴ്സിനോട് മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ടിപ്പിക്കലി ഒരു 100 കോടി രൂപ തൊട്ട് മുകളിലുള്ള ആൾക്കാരാണ്. മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അല്ല, ഇപ്പം എനിക്ക് ചോദ്യമുള്ളത്, അങ്ങ് പ്രൈവറ്റായിട്ട് ഓരോ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാൽ അതായത് അങ്ങനെ ട്രെയിനിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് കോമൺ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് എടുത്തുകൊണ്ടിരുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ട്രെയിനിങ്ങൾ ചെയ്യാറില്ല ഇപ്പം. അതായത് ഈ പറഞ്ഞ രീതിയിൽ ട്രെയിനിങ്ങൾ പിൽക്കാലത്ത് എനിക്ക് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ചെയ്തേക്കും. ഇപ്പോഴത്തെ ലെവലിൽ കുറച്ച് കാലമായിട്ട് ഞാൻ ട്രെയിനിങ്ങൾ ചെയ്യാറില്ല. ഞാനൊരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പിലാണെങ്കിൽ ആ പാർട്ണർ ആയിട്ടുള്ള കമ്പനികളിൽ ഞാൻ ഡയറക്ട്ലി പോയി ഇൻവോൾവ് ആവും. ചിലപ്പോൾ ദുബായിലൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ സൗദിയിലൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കമ്പനികളുണ്ടെങ്കിൽ 100 കോടി രൂപയെങ്കിലും ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ അവരുടെ കൂടെ ഞാൻ അവിടെ ചെന്ന് അവരുടെ കമ്പനിയിൽ എനിക്കൊരു ചെറിയ ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ കമ്പനി വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ 14ഓളം കമ്പനികളെ $1 ബില്യൺ മുകളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു പാർട്ണർ തന്നെ, ജയബ്രഹാം എന്ന് പറഞ്ഞ പാർട്ണർ തന്നെ $120 ബില്യൺ ബിസിനസ് ലോകമെമ്പാടുള്ള ബിസിനസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ
ഏറ്റവും അഡ്വാൻസ് ലെവലിൽ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നാട്ടിലൊരു സാധാരണ ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പം ഞാനിത് പറയാനായിട്ടല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും സാധാരണ ഇതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടൻസുമായിട്ട് പാർട്ണേഴ്സ് ആകാനായിട്ട്, അപ്പോൾ ആ പാർട്ണർഷിപ്പിലൂടെ ഏഷ്യയിലുള്ള കമ്പനികളെ കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കാനായിട്ടുള്ള ഒരു പാത്തുമാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പം എനിവേ, അപ്പോൾ അവിടെ നമ്മൾ ട്രെയിനിങ്ങുകളായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആകെ നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ 100 കോടി താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ആകെ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളുടെ 100 കോടിയിലേക്ക് അവരെ കൊണ്ടുവരാന്നുള്ളതാണ് ഫസ്റ്റ്. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്യാഷ് 360 എന്ന് പറഞ്ഞേക്കുന്ന ഒരു ജേർണി ഞാൻ പണ്ട് 1 കോടി മുതൽ 300 കോടി വരെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫുൾ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്സസ് കൊടുത്തിട്ട് ഓൺലൈനിലൂടെ ആൾക്കാർക്ക് ഒരു 5 MBA എന്ന കോൺസെപ്റ്റ് ആണ്. അത് ഒരു വർഷം കൊണ്ട് അവർക്ക് 5 MBA ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ 5 MBA ആണ്. മാർക്കറ്റിംഗിൽ, സെയിൽസിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹയറിംഗിൽ, ഫയറിംഗിൽ, നെഗോഷിയേഷനിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് MBA കിട്ടുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു വെർച്വൽ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മോർണിംഗിൽ വന്ന് എന്റെ ഒരു പാർട്ണർ ആയിട്ടുള്ള സജനാക്കെ വന്നിട്ട് മൊമെന്റം എന്നാണ് ഈ പ്രാക്ടീസിന്റെ പേര്. അപ്പൊ എന്റെ ആളുടെ മൊമെന്റത്തിലൂടെ അവർക്ക് ക്യാഷ് സിഗ്നിഫിക്കൻറ്റ്ലി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. പക്ഷെ അല്ലാതെ അതിനകത്ത് പക്ഷെ ഞാനില്ല, ഞാൻ ഒരാളെ വന്ന് പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താ അതിന്റെ മാർഗം, അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ വല്ല നമ്പർ വല്ല കിട്ടുവാണെങ്കിൽ എന്റെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടീം അതിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഇതിനൊന്നും അല്ല ഞാനിത് ചോദിച്ചത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ പാർട്ണർ കമ്പനികളായിട്ടുള്ള ആൾക്കാർ യാഷയുടെ അടുത്തോട്ട് ഞാൻ ആക്ച്വലി വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം വെച്ചാൽ എൻ്റെ പാർട്ണർ കമ്പനികളായിട്ടെന്ന് വെച്ചാൽ 100 കോടി രൂപ 300 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരെ ഞാൻ യാഷയുടെ അടുത്ത് വിട്ടിട്ട് അവർക്ക് അതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് അക്നോളജ് ചെയ്യുവാണ്, അതിനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏത് മതത്തിലുള്ളവർക്ക് വരാം. ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ബിസിനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇനഫ് ആയിട്ടുള്ള ക്യാഷ് ഇല്ലെന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി അപ്പൊ ആ ക്യാഷിലുള്ള ഡിഫറൻസ് നമ്മുടെ ഹീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കമ്പനിയുടെ ഹീലിംഗ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ റൂട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. റൂട്ടിൽ വർക്ക് ചെയ്ത് റൂട്ടിലേക്ക് നമ്മൾ എനർജി ഇട്ട് അവിടെയുള്ള ബ്ലോക്കുകൾ മാറ്റി ആ കമ്പനി എന്ന് പറയുമ്പം ക്യാഷ് എന്ന് പറയുമ്പോൾ പല മേഖലകളിൽ നിന്നായിരിക്കും ക്യാഷ് വരുന്നത്. ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പം ബാങ്കുകൾ ഫണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ഓൺ ഫണ്ട് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഏതാണോ അതിനകത്ത് എവിടെയാണോ അവർക്ക് ആ ബ്ലോക്ക് ഉള്ളത് ആ ഒരു ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇന്ന ബ്ലോക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ ഇന്ന രീതിയിലാണ് ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ബ്ലോക്കുകൾ മാറ്റിയിട്ട് അവിടെ നമ്മൾ എനർജി ഇട്ട് കൊടുക്കും. നമ്മൾ ബ്ലോക്ക് മാറ്റി മാത്രമല്ല ഹീലിംഗിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള എനർജിയും കൂടി അവർക്ക് ഇട്ട് കൊടുക്കും. ആവശ്യമായിട്ടുള്ള എനർജി അവിടെ സപ്ലൈ ചെയ്യും. അപ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു എൻറ്റിറ്റിയുമായിട്ട് ഉള്ള ആ ഒരു കോൺട്രാക്റ്റ് എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും ആ രീതിയിൽ അവർക്ക് വരുത്തേണ്ട ഫണ്ട് അവർക്ക് വന്നു ചേരാനായിട്ടുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ എനർജിക്ക് പിന്നെ അനുയോജ്യമായിരിക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസിഷനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ സമീപിക്കുന്ന ഒരു ബാങ്ക്, അതെല്ലാം നമുക്ക് പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ടി വരും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കിടക്കുന്നത്. ഇപ്പം നമുക്കൊരു ക്യാഷ് ഫ്ലോ ആണ് ആവശ്യം. അപ്പോൾ ആ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടി നമ്മൾ സമീപിക്കുന്ന ആളുകളും വ്യക്തികളും ബാങ്കുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഫിനാൻഷ്യൽ എൻറ്റിറ്റീസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ എന്റെ തന്നെ ക്ലയന്റ് ആയിട്ടുള്ള ഒരാളെ യാഷോടുത്ത് പറഞ്ഞു വിട്ടു. അപ്പൊ ആൾക്ക് ഒരു ലോണിന്റെ ഒരു സിറ്റുവേഷൻ ആണ് വേണ്ടിയിരുന്നത്. ആ എക്സാമ്പിൾ ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോണിന് വേണ്ടി കുറേ നാളുകളായിട്ട് പിന്നെ ട്രൈ ചെയ്യായിരുന്നു. അപ്പം ഓൾറെഡി ഒരു ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ലോണുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇനഫായിട്ടുള്ള ഫണ്ടില്ല, ബിസിനസ് മുന്നോട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഇല്ല, ബിസിനസ് ഒരിടത്തൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ വലിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് മറ്റൊരു ബാങ്കിനെ സമീപിക്കുന്നു. അപ്രോക്സിമേറ്റ് എമൗണ്ട് എന്നാണ് അവർക്കൊന്ന് ഏകദേശം ഒരു 10 കോടി രൂപയുടെ ഒരു എമൗണ്ടാണ്. അല്ല, ചെറിയ എമൗണ്ട് അല്ലെന്ന്. അപ്പം നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു 10 കോടി രൂപ ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഇത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 6 മാസത്തോളം ഈ പറഞ്ഞ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്താണ് അതിൻ്റെ ശേഷം എനിക്കൊന്ന് ഒരു മാസം മുന്നെയാണ് അദ്ദേഹത്തെ ഞാനുമായിട്ട് റൂബിൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദ്യമേ എന്നിലേക്ക് വരുമ്പം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഫണ്ട് ഫ്ലോ ഇല്ല. അപ്പം ഈ ഫണ്ട് കിട്ടുമോ എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഹീലിംഗ് സെഷൻ ഇടുകയും അങ്ങനെ ഫസ്റ്റ് ഫണ്ടിലേക്ക് നമുക്ക് അവരിലേക്ക് എത്തിക്കാനായിട്ട്
അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം ആ ഫണ്ടുമായിട്ട് ആ ഒരു ബാങ്കുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു 3 മാസം കഴിഞ്ഞ് നടക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യം 15 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ഫണ്ട് വന്നു. അതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാ അറിയോ, അദ്ദേഹത്തിന് ആ ഒരു ഫണ്ട് ലഭിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ബേസിക്കലി അദ്ദേഹം കംഫർട്ടായി. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ബാങ്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബാങ്ക് അദ്ദേഹത്തോട് അതിൻ്റെ പിന്നെ റീജിയണലായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോട് വന്ന് സംസാരിച്ചിട്ട് അവരുടെ ഈ ലോണ് ക്ലോസ് ചെയ്ത് ആയതുകൊണ്ട് അത് പോകരുതെന്നും പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരു 5 കോടി രൂപ ഫണ്ട് അദ്ദേഹത്തിന് വീണ്ടും പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫണ്ട് ഓൾറെഡി ആയി, എങ്കിലും അദ്ദേഹത്തിന് എക്സ്ട്രാ ഫണ്ട്, കാരണം അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിൽ എത്ര ഫണ്ട് ഉണ്ടെങ്കിലും ആ ബിസിനസ്സിൽ പിന്നെ ഗ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ വീണ്ടും ആ ഒരു എക്സ്ട്രാ ഫണ്ടും കൂടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു. ഇത് രണ്ടും ഞാൻ പേഴ്സണലി വെരിഫൈ ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ലാത്ത യാഷയുടെ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്താണ്? അതായത് എന്താ വെച്ചാൽ ഈ ഹീലിംഗ് എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എനർജി ഇട്ട് കൊടുക്കുന്നതിലൂടെ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റോറി അതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഏകദേശം ഒരു വർഷം മുന്നേ ഞാൻ ഹീലിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു കമ്പനി വരികയും ആ കമ്പനി എന്ന് പറയുന്നത് ഈ മെറ്റ ഉൾപ്പെടെയുള്ള കമ്പനികളുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഐഡിയ, ഒരു എക്സ്ട്രാ ബ്രെയിനിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആയിരുന്നു. അത് സാധാരണ ഇപ്പോൾ നമ്മുടെ പോലും ബ്രെയിനിൽ വരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്ന് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് അവർ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പക്ഷേ മെറ്റയുമായിട്ട് കണക്ട് ചെയ്തു, വേറൊരു കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പക്ഷേ ഈ ഫൈനലി ഇവരുടെ ഈ പ്രൊജക്റ്റ് ഒരിക്കലും റണ്ണായി കിട്ടുന്നില്ല. അപ്പം ഈ പറഞ്ഞ വേറൊരു കമ്പനിയായിട്ട് വലിയൊരു കമ്പനിയായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അത് റണ്ണായി കിട്ടുന്നില്ല. ആ സമയത്താണ് അവർ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാനുമായിട്ട് സംസാരിച്ചു. നമ്മൾ ആ ഹീലിംഗ് ഏറ്റെടുത്ത് എന്താണെങ്കിലും 3 മാസത്തിനുള്ളിൽ അന്ന് അവർക്ക് ഈ മെറ്റയായിട്ട് കണക്ഷൻ ഇല്ല. 3 മാസത്തിനുള്ളിൽ അവർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന കമ്പനി ആ ഒരു ആശയം പിന്നെ ഏറ്റെടുക്കുകയും അത് റൺ ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് റൺ അടിക്കുകയും ചെയ്തു. ടെസ്റ്റ് റൺ അടിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ടെസ്റ്റ് റണ്ണിൽ കടന്നു. അപ്പം അവർക്ക് ഫണ്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഈ ടെസ്റ്റ് റൺ വിജയിച്ചെങ്കിൽ മാത്രമേ ഈ കമ്പനി ഏറ്റെടുക്കുള്ളൂ. ഏറ്റെടുത്താൽ മാത്രമേ ഇവർക്ക് ഫണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്ന സമയത്ത് എന്താണേലും ആ ഒരു ടെസ്റ്റ് റൺ വിജയിച്ചു. അവർക്ക് ആദ്യത്തെ ഫണ്ട് വരാൻ തുടങ്ങി. അത് ഹ്യൂജ് ഫണ്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം അവർക്ക് പക്ഷേ ഫസ്റ്റ് അവർക്ക് ഹ്യൂജ് ഫണ്ട് വന്നില്ല, ചെറിയ എമൗണ്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്യമായിട്ട് മെറ്റയിൽ നിന്ന് അവർക്കൊരു ഓഫർ വരികയാണ്. മെറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അവർക്ക് ഓഫർ, നമുക്കറിയാം മെറ്റ എത്ര വലിയ കമ്പനിയാണെന്നുള്ള നമുക്ക്. അതിൽ നിന്ന് അവർക്കൊരു ഓഫർ വരികയും അതുമായിട്ട് അവർ കണക്ട് ചെയ്യുകയും അങ്ങനെ ഒരു വലിയൊരു ഫണ്ട് അവർക്കൊരു ഡെയിലി പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് വരുന്ന രീതിയിലേക്ക് ആ കമ്പനിയെ നമുക്ക് മാറ്റാനായിട്ട് പറ്റി. അത് പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിക്കാത്ത ഒരു എനർജി ഫീലാണ്. കാരണം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തു ഒരുപാട് വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഈ പറഞ്ഞ മണിക്കൂറുകളോളം ഇരുന്ന് അതിനുവേണ്ടി ഹീൽ ചെയ്ത് ആണ് അത് ശരിയാക്കിയത്. പക്ഷേ അതൊരു നമുക്കൊരു വലിയൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം അത്രയും വലിയൊരു കമ്പനിയിൽ നിന്ന് അവർക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഓഫർ വരികയും അതിനുവേണ്ടി അവർ ദുബൈയിലോ എവിടെയോ പോയിട്ട് അവർ അക്കൗണ്ടൊക്കെ തുടങ്ങി. അങ്ങനെ വലിയൊരു സംഭവം. അപ്പോൾ അത് ഈ പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്താൽ എത്രമാത്രം അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലേക്ക് നമുക്ക് എനർജി ഇട്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഞാനത് നമുക്കെല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുണ്ടലിനി റേസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു 1-2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജെഫസോസിന് പേഴ്സണലി എനിക്ക് അറിയത്തില്ലെങ്കിലും എനിക്ക് ഒരു ഫ്യൂ ബില്യനേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ജെഫസോസിന് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തുള്ള ആമസോണിന്റെ CEO ആയിട്ടുള്ള ആൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ ആൾ ഇൻഡ്യൂഷൻ ഉപയോഗിച്ചാണ് ഡിസിഷൻ എടുക്കുന്നത്. അതായത് ആമസോൺ AWS എന്താണെന്ന് അറിയുന്ന ആൾക്കാർ AWS ആമസോൺ വെബ് സർവീസ് ആൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആമസോൺ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാക്കിയ ഒരു ഡിസിഷൻ അതായിരുന്നു. അതായത് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 3-4 വർഷം മുമ്പ് പുള്ളിക്കാരൻ ആ മാർക്കറ്റ് ഫുൾ ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് ആമസോൺ ഭയങ്കരമായിട്ട് വളർച്ച ഉണ്ടായ ഒരു കാരണം. ആ ഡിസിഷൻ ഇൻഡ്യൂഷനിൽ നിന്നാണ് പുള്ളി എടുത്തത്. അത് മാത്രമല്ല അപ്പോൾ ആ ഇൻഡ്യൂഷനുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഞാൻ സാധാരണ വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ സാധാരണ വളരെ ഈ പറഞ്ഞ രീതിയിൽ ബുദ്ധിപരമായ ബിസിനസ്സിനെ കാണാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ ഞാൻ കാണാൻ കാര്യം എന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങളൂടെ ഉണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ
സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ തുടങ്ങിയ സ്റ്റീവ് ജോബ്സ് ഈ പറഞ്ഞ രീതിയിൽ ആദ്യം കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് പുള്ളിക്കാരൻ ഇന്ത്യയെ വന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് പുള്ളിക്കാരൻ ചില ആൾക്കാരുടെ ചില ബ്ലെസ്സിങ്ങൾ ചില കാര്യങ്ങൾ എടുത്തിട്ട് തിരിച്ചു പോയിട്ടാണ് പുള്ളിക്കാരൻ ചില എനർജി ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓയോയുടെ MD അങ്ങനെ തന്നെയാണ്. ഓയോടെ എനിക്ക് അറിയില്ല, ആൾ അങ്ങനെയാണ്. ഓക്കെ, അതുകൂടാതെ മാർക്ക് ബെയ്നോഫ് എന്നാണ് ആളുടെ പേര്. ആളാണ് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആള്. സെയിൽസ് ഫോഴ്സ് കമ്പനി ആളുടെ ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞിട്ടുള്ള ആള് എൻ്റെ കൂടെ എൻ്റെ മെന്ററായിട്ടുള്ള ടോണി റോബിൻസിന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊരു യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. മാർക്ക് ബെയ്നോഫ് പറഞ്ഞതെന്ന് വെച്ചാൽ ആക്ച്വലി പുള്ളി കേരളത്തിൽ വന്നു. കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വന്നു. അതിനകത്ത് ബാക്ക് വാട്ടറിൽ ഫീമെയിൽ ആയിട്ടുള്ള ഗോഡ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ആയിട്ടുള്ള സ്പിരിച്വൽ ടീച്ചർ ഉണ്ടായിരുന്നു. ആ സ്പിരിച്വൽ ടീച്ചറിനെ കണ്ട് പുള്ളി ഒറക്കിളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിയ സമയത്ത് ചുമ്മാ ലോകം ചുറ്റാൻ പൈസ ഇഷ്ടംപോലെ ആയി, ലോകം ചുറ്റാന്ന് ഓർത്ത് പുള്ളി വന്ന് അമൃതാനന്ദമയുടെ അടുത്ത്, അമൃതാനന്ദമയി എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, പക്ഷെ അമൃതാനന്ദമയ ഞാൻ ഗസ് ചെയ്യുവാണ്. കാരണം ബാക്ക് വാട്ടറിൽ വേറെ ഫീമെയിൽ ആയിട്ടുള്ള സ്പിരിച്വൽ ടീച്ചർ വേറെ ആരുമില്ല. ആളുടെ അടുത്ത് വന്നപ്പം അമൃതാനന്ദമയി അല്ലെങ്കിൽ ഈ ഫീമെയിൽ സ്പിരിച്വൽ ടീച്ചർ പറഞ്ഞു, നിന്റെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറാൻ പോവാണ്, നീ പോയി ഒരു ബിസിനസ് തുടങ്ങി അതിലൂടെ ലോകത്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി തിരിച്ചിട്ട് പോയി തിരിച്ചു ചെന്ന് പുള്ളി സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് $350 billion കമ്പനിയായി മാറി. അപ്പം നമ്മൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലോജിക്കലായിട്ട്, ഞാൻ വർഷങ്ങളോളം വിചാരിച്ചതെന്ന് വെച്ചാൽ വളരെ ലോജിക്കലായിട്ട് ടാക്ടിക്കലായിട്ട് ഇതാണ്. അപ്പൊ ഈ അതിബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടുന്നു എന്ന് പറഞ്ഞ പോലെ വളരെ ലോജിക്കലായിട്ട് ചിലപ്പോൾ ബിസിനസ്സിൽ ആൾക്കാർ ചെയ്ത് വിജയിക്കണമെന്നില്ല. അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം എനിക്ക് വന്ന് എനിക്ക് വന്ന് ഒരു 10,000 മേളിൽ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും നിരവധി കമ്പനികൾക്ക് പേഴ്സണലായിട്ടുള്ള ഇതുപോലെയുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷം, അപ്പോൾ അതിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷം ഇപ്പോൾ അവരോട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, ആ ഒരു എനർജി തലത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഷുവർ. അപ്പം എൻ്റെ വർക്കിൽ ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നത്, ആദ്യ കാലഘട്ടം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ടാക്ടിക്കൽ ലെവലിലായിരുന്നു. ടാക്ടിക്കൽ ലെവലിൽ ഞാൻ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഇന്ന സൊല്യൂഷൻ പറയുവാണ്. അപ്പൊ പലപ്പോഴും എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ സംഭവിച്ച കാര്യം വെച്ചാൽ ഞാൻ അവർക്ക് എക്സാക്ട് ആയിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, അവരത് കേട്ടുകൊണ്ട് വീട്ടിൽ പോകും, ഒരു കാര്യം ചെയ്യുമല്ല. അപ്പൊ അങ്ങനെ ഞാൻ ആൾക്കാരെ പഠിപ്പിക്കുന്നത് കുറച്ച് കൊണ്ടുവരാൻ കാര്യം വെച്ചാൽ, മജോറിറ്റി ഓഫ് ആൾക്കാരും, ഞാൻ നിങ്ങളെ കുറിച്ചല്ല, മജോറിറ്റി ഓഫ് ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, മറ്റേ മജോറിറ്റി ഓഫ് ആൾക്കാർ നിങ്ങളല്ല. ഓക്കെ, മജോറിറ്റി ഓഫ് ആൾക്കാർ ആക്ഷൻ എടുക്കാനായിട്ട് ഇതാകുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ട്നേഴ്സിനോട് മാത്രം വർക്ക് ചെയ്യുന്നത് തീരുമാനിച്ചത്. പിന്നെ റിയലൈസ് ചെയ്താൽ ചില ആൾക്കാർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്താലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അവിടെയാണ് ഞാൻ സൈക്കോളജിയിലുള്ള കൂടുതൽ, ന്യൂറോളജിയിലുള്ള കൂടുതൽ വർക്കുകളിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, അവർക്ക് എനർജിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ബിലീഫിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അവരുടെ ഐഡന്റിറ്റിയിൽ അവരാരാണ്, അവർക്ക് ആ ഒരു ബിസിനസ്സുകാരനായിട്ട് അവരെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാകുക, അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇറ്റ്സ് ആൻ എക്സ്റ്റെൻസീവ് ടോപ്പിക് ആണ്. ജസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ ആയിട്ടുള്ള എൻ്റെ ഒരു വർക്ക് തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റുകളും, അതുകൂടാതെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ചില ഹാബിറ്റ്സ് ഉണ്ടാവും. ഈ പറഞ്ഞ എക്സസീവ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം വാച്ച് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാരണം അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഞാൻ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ എനർജിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സൂത്രത്തില് ഈ പറഞ്ഞ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എന്റെ വർക്ക് തീർച്ചയായിട്ടും വാല്യുബിൾ ആണ്. എന്റെ വർക്ക് എനർജി ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ കുറെ കൂടെ സിഗ്നിഫിക്കന്റ്, സൂത്രത്തിലല്ല കുറച്ചുകൂടി ഈസി ആയിട്ട്, സൂത്രത്തിൽ പറഞ്ഞ ഉദ്ദേശിച്ച ഈ പറഞ്ഞ രീതിയിൽ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ എനർജി ലെവലിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ എനർജി ലെവലിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ, കാരണം ഇത് സൂക്ഷ്മതലത്തിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് പറഞ്ഞാൽ ഇതിന്റെ സ്ഥൂലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സൂക്ഷ്മതലത്തിലേക്ക് പോയി നമ്മളൊരു എനർജിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ അതിനെ നമ്മളിപ്പോൾ ഈ സൂത്രപ്പണി എന്നൊക്കെ പറയുന്നത്, പക്ഷെ അത് സൂത്രപ്പണിയല്ല, മറിച്ച് അത് ആക്ച്വലി ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ എനർജി ലെവലിലുള്ള വർക്ക് തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കി ആ ഒരു ലെവലിലേക്ക് ഒരാൾ അറ്റ്യൂൺ ചെയ്ത്, അതിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് അവരെ അറ്റ്യൂൺ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലെവലിൽ അവർക്ക് ആ ഒരു എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോർമലി ഈ പറഞ്ഞ പോലെ പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഒരു 10% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ
അവർക്ക് ഈ പറഞ്ഞ അതാണ് ഞാൻ ഉദ്ദേശിച്ച സൂത്രം വഴിയിലെത്താൻ പറ്റുന്നത്. അവിടെ എൻ്റെ ഒരു ക്ലയൻ്റാണ് എമിലി ബ്ലഫീൽഡും ഡാൻ കോഹനും. അപ്പം എമിലി ബ്ലഫീൽഡ് ബേസിക്കലി ബർട്ട് ഹെല്ലിഞ്ചർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആളാണ് ഇന്റർജനറേഷണൽ ട്രോമ എന്ന് പറഞ്ഞേക്കുന്ന ഒരു മെത്തഡോളജി സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർജനറേഷണൽ ട്രോമാനെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നതിനെ കുറിച്ച് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ ജർമ്മൻ ആയിട്ടുള്ള ഈ സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പഠിച്ച ആളാണ് ഈ ഡാനും ഡാന്റെ വൈഫാണ് എമിലി. അപ്പോൾ ഈ എമിലി എൻ്റെ അടുത്ത് അപ്പോൾ എമിലി ഇതുപോലെ തന്നെ സ്കൂവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നതാണ്. എമിലി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും. ഐ തിങ്ക് ലിവിങ് ത്രൂ യർ ഹാർട്ട് എന്നങ്ങാണ്ടാണ് ആൾ പുള്ളിക്കാരുടെ ബ്രാൻഡ്. അമേരിക്കയിലുള്ള ആളാണ്. അപ്പൊ ആൾ എൻ്റെ അടുത്ത് ഈ ഇന്റർജനറേഷൻ ട്രോമ പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളിത് ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ആളുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്തോ, ഇഷ്ടംപോലെ ബിസിനസ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ ആണ് കർമ്മയെ കുറിച്ചുള്ളത്. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ പേരൻസിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന്റെ പാറ്റേൺസ്, അവർ അവരുടെ എനർജിയിൽ ഉണ്ടായിരുന്ന പാറ്റേൺസ്, അവരുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ്, അവരുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, അവരുടെ ഫോക്കസ്, അവർ വിൽ പവർ എങ്ങനെ യൂസ് ചെയ്തു, എങ്ങനെ യൂസ് ചെയ്തില്ല, അവരെ റൂട്ടുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരുന്നു, എങ്ങനെ കണക്റ്റഡ് അല്ല, ഇതെല്ലാം നമ്മളുടെ എനർജി സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്നുണ്ട് ഓരോ മൊമെന്റിലും. അപ്പൊ ഓരോ മൊമെന്റിലും ഓരോ ആക്ഷൻസ് നമ്മൾ എടുക്കുമ്പോഴും ഓരോ ആക്ഷൻ നമ്മൾ എടുക്കാതിരിക്കുമ്പോഴും ആ ആക്ഷൻ എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ പാസ്റ്റിലുള്ള ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹ്യൂമന്റെ ഓരോ സ്റ്റെപ്പും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വേറെ ദിവസം സംസാരിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ആ ഫൈനൽ ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ്, യാഷയുടെ കൂടെ പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവർ ബിസിനസ്സുകാരാണ്, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ സ്റ്റെപ്പ്? ഇപ്പൊ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാൻ താഴെ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അത് ഗൂഗിൾ മീറ്റിലാണ്, നേരിട്ട് വരണമെന്നില്ല. ഗൂഗിൾ മീറ്റിൽ അല്ലെങ്കിൽ പിന്നെ സൂം മീറ്റിലാണ് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് ഇരുന്നിട്ട് അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ പിന്നെ ഉണ്ടാവും. ആ ഒരു ഇൻട്രാക്ഷനിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് ചലഞ്ചസ് ഉള്ളത്, ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്, ആ വിജയത്തിലേക്ക് എത്താൻ അവരെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, ചലഞ്ചസിലേക്ക് പോകുമ്പോൾ അവിടെ അവരെ തടയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശദമായിട്ട് അവരുമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ എനർജി ലെവലിൽ ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബിസിനസ് നമ്മൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ചില ആൾക്കാർ അതിന് റെഡി ആയിട്ട് ഉണ്ടാകണമെന്നില്ല, അല്ലേ? ചില ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞാൽ അവർ ഫുള്ളി ലോജിക്കലായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഓപ്പൺ ആവില്ല. കാരണം നമുക്ക് ഈ എനർജി ലെവലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സറണ്ടറിങ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ നേരിട്ട് മീറ്റിംഗിൽ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. ഇപ്പം നമ്മുടെ സൂമിൽ അല്ലെങ്കിൽ ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാ. കാരണം അത് അതിൻ്റെ MD തന്നെ ഇരിക്കണം. അല്ലാതെ ഇപ്പം ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ജീവനക്കാരൻ അവനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതം രക്ഷപ്പെടണം, ഈ കമ്പനി രക്ഷപ്പെടണം. അതുകൊണ്ട് എന്നാൽ ഈ കമ്പനിക്ക് വേണ്ടി ഒന്ന് ഹീലിംഗ് എടുത്തേക്കാം എന്ന് കരുതി വന്നു കഴിഞ്ഞാൽ ഞാനൊരിക്കലും അല്ലെങ്കിൽ ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ ഞാനത് എടുക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ കമ്പനിയുടെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ MD തന്നെയാണ്. ആ ഒരു തരത്തിലുള്ള CEO അല്ലെ MD, ആ ഒരു തരത്തിലുള്ള ആളുകൾ അവർ ഞാനുമായിട്ട് പിന്നെ ഇൻട്രാക്ട് ചെയ്യുകയും അവരുടെ ഇഷ്യൂസ് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ ഓപ്പണായിരിക്കും. അങ്ങനെ ആ ഇഷ്യൂസ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഞാൻ എനർജി തലത്തിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ, അല്ലെങ്കിൽ ഇവർ കാണുന്ന കാഴ്ചയാണോ. അപ്പം നമുക്കറിയാം എനർജി തലത്തിൽ കാണുന്ന കാഴ്ചയും സാധാരണ തരത്തിലൊരു വ്യക്തി കാണുന്ന കാഴ്ചയും വ്യത്യസ്തമാണ്. ഇപ്പം ഒരു വ്യക്തി കാണുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പം അവിടെ ആ ബാങ്കുമായിട്ട് സംസാരിച്ചാണ് എൻ്റെ പ്രശ്നം എന്ന് ആയിരിക്കും അയാൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എനർജി തലത്തിൽ മനസ്സിലാക്കുന്നത് അയാൾക്ക് ആ ബാങ്ക് കൺവീനിയൻ്റ് അല്ല എന്നുള്ളതായിരിക്കും അവിടെ. കാരണം ഇൻ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് അത് വലിയൊരു പ്രശ്നമാണ്. ആൾക്കാർ അവർ വേണമെന്ന് വിചാരിക്കുന്ന കാര്യം ആയിരിക്കണമെന്നില്ല ഞാൻ അത് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് എനർജി തലത്തിൽ ചെക്ക് ചെയ്തിട്ട് അവരോട് ഞാൻ പറയും ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, അതിനുവേണ്ടി നമുക്ക് ഇന്ന രീതിയിൽ എനർജി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര ദിവസത്തെ ഹീലിംഗ് അല്ലെങ്കിൽ പിന്നെ മന്ത്ലി സെഷൻസ് ആണ്, അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള ഹീലിംഗ് സെഷൻസ് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ ആഴ്ച 2 ദിവസമായിരിക്കും, ചിലപ്പോൾ 4 ദിവസമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ഹീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ
ഞാനത് സജസ്റ്റ് ചെയ്യും, അത് അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് നമുക്ക് ആ ഒരു ഹീലിംഗിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താഴെ നമ്പറെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണെന്ന് ഓർത്ത് പേടിക്കേണ്ട. ഈ പറഞ്ഞിട്ട് എൻ്റെ തന്നെ ക്ലയൻസ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി 450 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ യാഷോട് വർക്ക് ചെയ്യുന്നുണ്ട്. യാഷയ്ക്ക് അതിനേക്കാളും കൂടിയുള്ള കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും യാഷോട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ജസ്റ്റ് വേണം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഫൈനൽ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ അതായത് കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം വെച്ചാൽ ലോകത്തിലുള്ള മോസ്റ്റ് മജോറിറ്റി ഓഫ് മെഡിറ്റേഷനും ലോകത്തിലുള്ള മോസ്റ്റ് മജോറിറ്റി ഓഫ് സ്പിരിച്വൽ പ്രാക്ടീസസ് ഹ്യൂമൻസിനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന പ്രാക്ടീസുകളാണ് അല്ലെ. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം ആണെങ്കിലും എക്സ്ക്രീഷൻ സിസ്റ്റം ആണെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും ഗ്രാവിറ്റേഷൻ അനുകൂലമായിട്ടാണ് അല്ലെ. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അനുകൂലമായിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന എല്ലാം ഗ്രാവിറ്റേഷൻ അനുകൂലമായിട്ടാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ റിവേഴ്സ് ആയിട്ടുള്ള യാത്ര അൺഹെൽത്തി ആയി പോകുന്നത് എപ്പോഴാണ്? റിവേഴ്സ് ആയിട്ടുള്ള യാത്രയെ കുറിച്ച് എനിക്ക് ഓക്കെയാണ്, കാരണം നമ്മൾ ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എവല്യൂഷൻ പ്രോസസ് ആയിട്ട് നമ്മൾ ഇതാണ്. പക്ഷെ അവിടെ ഞാൻ കാണുന്നത് ഈ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ ആശയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആണ്. ലോകത്തിൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ട് 100 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ആദ്യത്തെ ഓൾമോസ്റ്റ് ഉള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നെപ്പോളിയൻ ഹില്ലിന്റെ ഈ പറഞ്ഞ രീതി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. ഗാന്ധി ആ ബുക്ക് ഉപയോഗിച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ലീഡേഴ്സിനെല്ലാം മേടിച്ചു കൊടുത്തത്. പക്ഷെ സെൽഫ് ഹെൽപ്പും ഈ പറഞ്ഞ പുസ്തകങ്ങളും എല്ലാം നമുക്കുണ്ടെങ്കിലും മനുഷ്യർ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി നമുക്ക് ടൈം കുറവായതുകൊണ്ട് സ്പെസിഫിക്കലി ഈ കുണ്ടലിനി മുകളിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ സ്പിരിച്വൽ ജേർണി ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ജേർണിയാണ്. അപ്പൊ അത് അവിടെ ആൾക്കാർ വരുത്തുന്ന ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണ്? ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറഞ്ഞാൽ അതൊരു 1 by 1 പ്രോസസ്സാണ്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരിക്കലും ഇപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പിരിച്വൽ റിലീവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവർ ആദ്യമേ തന്നെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള എനർജിയുമായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്യാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആജ്ഞാചക്രമായിട്ട് അല്ലെങ്കിൽ സഹസ്രാരവുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പം പല ഗുരുക്കന്മാരെയും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാം, നേരിട്ട് അവർ സഹസ്രാരത്തിലേക്ക് അവർ ദീക്ഷ കൊടുക്കുന്നു, നേരിട്ട് ആജ്ഞ ഓപ്പൺ ചെയ്യാനുള്ള എനർജി കൊടുക്കുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആജ്ഞയും സഹസ്രാരം മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ആ ഹയർ സ്റ്റേറ്റ് അല്ല. ആ ഹയർ സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോകുമ്പോൾ ആളുകളുടെ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പല സ്ട്രഗിളുകളും അല്ലെങ്കിൽ പല പ്രോബ്ലംസും ഉണ്ടായി വരികയാണ്. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൂട്ടിലേക്ക് എനർജി കൊടുത്ത് അവരെ ഉറപ്പിച്ച് ആ റൂട്ടിനെ ശക്തമാക്കി ആ റൂട്ടിൽ അവർ ക്ലിയർ ആയി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ റൂട്ടുമായി ബന്ധപ്പെട്ട ഇപ്പം ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ ആണെങ്കിലും പ്രകൃതിയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ ആണെങ്കിലും മറ്റുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ബ്രേക്ക് ആവും. അപ്പം ഇവരെന്ത് ചെയ്യും? ഇതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പം ഭയങ്കര ആത്മീയവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആജ്ഞയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ ജപവും മന്ത്രവും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇവരങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പം എനർജി സത്യത്തിൽ അവിടെ ഫോക്കസ്ഡ് ആകുന്നുണ്ട്. ഇപ്പം ചിലരുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ ആദ്യം പറയും എനിക്കിവിടെ ഭയങ്കര വൈബ്രേഷനാണ്, എനിക്ക് ആദ്യം ഭയങ്കര വൈബ്രേഷനാണെന്ന് പറയും. കാരണം എന്താണ്? അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ശീലിച്ച് പിന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിന് പോലും ചെണ്ട അടിക്കുന്നത് കേട്ടാലും ചിലപ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോകാതെ, പ്രത്യേകിച്ച് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അത് പഠിച്ചെടുക്കാതെ അല്ലെങ്കിൽ ആ പ്രാക്ടീസിലൂടെ കടന്നു പോകാതെ ഡയറക്റ്റ് ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം യൂട്യൂബ് ഗുരുക്കന്മാരുടെ ഒരു പ്രളയമാണല്ലോ ഇവിടെയുള്ള. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് അവർ ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരാതെ ഡയറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുമ്പം അവിടെ അവർ സപ്രസ്സായി വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ ജീവിതത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം റൂട്ടിനെ വിട്ടു ഇനിയിപ്പോൾ നമ്മൾ സ്വാധിഷ്ഠാനത്തിലേക്ക് വന്നാലും സ്വാധിഷ്ഠാനത്തിലാണ് ഫാമിലി, സെക്സ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു കാര്യങ്ങളിൽ ഒരു പൂർണ്ണത എത്താതെ അവിടെ നമുക്ക് ആ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒന്നും നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുന്നില്ല. ലൈവ് അതൊന്നും ചെയ്യാതെ അതിൽ സപ്രസ്സാക്കി വെച്ചിട്ട് ഈ പറഞ്ഞ സെക്സ് കാര്യങ്ങളിലൊക്കെ നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സഹജമായിട്ടുള്ള ഭാവമാണ്. അതിലേക്കൊക്കെയുള്ള എനർജി അവിടെ റിലാക്സ്ഡ് ആവാതെ അവിടെ നിന്ന് നമ്മൾ നേരെ അവരെ ഫോർഹെഡിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആജ്ഞയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ഈ സപ്രസ് ചെയ്ത് കിടക്കുന്ന ഈ എനർജികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ആത്മീയവാദികൾ പലരും ഈ പറഞ്ഞ ഈ പിന്നെ ലൈംഗിക കേസുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ പോയി പെട്ടുപോകുന്നത്. അതായത് എക്സസീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പെർമിഷൻ ഇല്ലാതെ ആൾക്കാരെ പോയിട്ട് ഫോഴ്സ് ചെയ്യുകയോ പീഡിപ്പിക്കുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന കാരണം അവർ കോൺഫ്ലിക്റ്റഡ് ആയി. കാരണം അവരുടെ ഉള്ളിൽ ഈ എനർജി എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം.
അപ്പോൾ ഈ എനർജി സപ്രസ്സായി വെച്ചിരിക്കുന്ന എനർജി എപ്പോഴേലും പുറത്തേക്ക് വരാനായിട്ട് അതിന് പറ്റുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർ ചില ആളുകളുണ്ട് വളരെ ഓഷോയുടെ ഒക്കെ വഴികളിലൂടെ പോയിട്ട്, അതായത് ഓപ്പണായിട്ട് സ്വാതന്ത്ര്യമായിട്ടുള്ള വഴികളിലൂടെ പോയിട്ട് പോലും പിന്നീട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ ഭാഗമായി മാറുന്ന ആളുകളുണ്ട്. മതമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആശയത്തെയാണ്, അല്ലാതെ നമ്മൾ കാണുന്ന അങ്ങനത്തെ ഒരു മതമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയത്തിൻ്റെ വക്താക്കളാക്കി മാറിയിട്ട് പിന്നെ ആ ആശയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വഴിയായിട്ട് അവരുടെ ജീവിതത്തെ അവർ മാറ്റുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള ഈ ആശയങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ എടുത്ത് പരിശോധിച്ച് അതിനകത്തുള്ള നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് അതിനെ കൃത്യമായിട്ട് ആ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ചില ആളുകളില്ല, ഇപ്പം ആത്മീയതയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ റിജിഡായിരിക്കും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, വളരെ റിജിഡായിരിക്കും. അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുകയില്ല. അവരങ്ങ് ഉൾവലിഞ്ഞ ആളുകളായിരിക്കും. അപ്പം നമ്മുടെ അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആൻഡ് കമ്പാഷനാണ് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ശരിയായ രീതിയിൽ ആ ഒരു ചക്രം വർക്ക് ചെയ്യാതെ അവർ ഈ പറഞ്ഞ ഹയർ ലെവലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ആ ഒരു സ്നേഹവും ആ ഒരു ക്വാളിറ്റിയും കാരുണ്യവും ഒന്നും അവരിലുണ്ടാവില്ല. അവർ പുറമേ വലിയ കാരുണ്യവാദികളാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കുമെങ്കിലും അവരൊരിക്കലും ആ ഒരു ശരിയായ ഒരു ആത്മീയതയുമായിട്ട് അവർ കണക്റ്റഡ് ആയിരിക്കില്ല. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിരുന്നു ഞാൻ തന്നെ. ഞാൻ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് സ്പിരിച്വൽ യാത്രകളിലൂടെ കടന്നു പോയിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അച്ഛന്മാർ എന്നെ വിളിച്ചിട്ട് ഉപദേശിക്കുമായിരുന്നു. സാധാരണ അച്ഛന്മാർ വിചാരിക്കുന്ന പെൺപിള്ളേരെ പുറകെ പോയത് ഈ പറഞ്ഞ രീതിയിൽ ഇതാക്കരുത്, അങ്ങനെ ചെയ്യരുത്, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം എന്നാണ്. എന്നെ അച്ഛന്മാർ ഉദ്ദേശിക്കുന്നത് ഉപവാസം ഇച്ചിരി കുറയ്ക്കണം, പിന്നെ മാത്രമല്ല ഒന്നിൽ കൂടുതൽ 2-3 ഷർട്ടെങ്കിലും മേടിച്ച് വെക്കണം. ഞാൻ രണ്ട് കതറിന്റെ ഷർട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ. 2 കതർ ഷർട്ടും അതുപോലെ പാരഗന്റെ ചെരുപ്പാണ്. പാരഗനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പാരഗന്റെ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ബ്ലേഡിന്റെ നീളമാകുന്ന വരെ ഞാൻ ഉപയോഗിച്ചു. പക്ഷെ എന്റെ ഹാർട്ടിൽ സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചാൽ ഞാൻ അന്ന് അവരെ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയാം അച്ഛന്മാർ ഇതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ ലെതറിന്റെ ചെരുപ്പിട്ടാണ്, ഞാൻ പാരഗന്റെ ചെരുപ്പിട്ട് ബ്ലേഡ് പോലെ നടക്കുന്ന ആളാണ്. അപ്പൊ റിയാലിറ്റിയിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഈ കോൺവെർസേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മൾ ഗ്രാവിറ്റിക്ക് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ഇട്ടാണ് പോകുന്നത്. അതായത് എന്ന് വെച്ചാൽ നിങ്ങൾ ഹിമാലയം കയറണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ആങ്കർ ചെയ്താണ് കയറി പോകുന്നത്. അപ്പോൾ ആ റൂട്ടുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് അല്ലാതെ, ഒരു ലെയറുമായിട്ട് കണക്റ്റഡ് അല്ലാതെ, അടുത്ത ലെയറുമായിട്ട് കണക്റ്റഡ് അല്ലാതെ നിങ്ങൾ പോയി കഴിയുമ്പോൾ ആ യാത്രയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ആ യാത്രയിൽ വരുന്ന, അതായത് ഹ്യൂമൻ സഫറിങ്ങിൻ്റെ, ഇത് എൻ്റെ ഒരു ടേക്കാണ്, യാഷാരി ഫൈനൽ ടേക്ക് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ ടേക്ക് എന്ന് വെച്ചാൽ ഹ്യൂമൻ സഫറിങ് അൺനെസസറി ആണ്. ഒരുപാട് സഫറിങ് അൺനെസസറി, എല്ലാ സഫറിങ് അൺനെസസറി ആണെന്നില്ല, ഒരുപാട് സഫറിങ് അൺനെസസറി ആണ്. ഓക്കെ, പെയിൻ ഇന്നോവേറ്റബിൾ ആണ്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷേ സഫറിങ് അൺനെസസറി ആണ്. അപ്പോൾ ഒരുപാട് സഫറിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണ്. സഫറിങ് ഉണ്ടാക്കിയെടുക്കുക എന്തുകൊണ്ടാണ്? നമ്മൾ എക്സസീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് മറ്റേ കവ കയറി പോകാന്ന് പറയും. കവ കയറി പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് 4 സ്റ്റെപ്പ് മുകളിൽ 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കവ കയറി പോകുന്നു. ഒരുപാട് നീളമായി പോയി കാലിന്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ ഒരു പ്രാവശ്യം കയറി നോക്കാം, അന്നേരം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പകരം ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്. കാരണം ഞാൻ 14ാമത്തെ 15ാമത്തെ വയസ്സിൽ ട്രൈ ചെയ്ത് നോക്കിയത് ഫോർഹെഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഞാൻ വളരെ വിൽ പവറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എല്ലാ സിറ്റുവേഷനും. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊക്കെ ഭയങ്കര പവർ ആണല്ലോ എന്ന് ഫീൽ ചെയ്യുന്നു. പക്ഷേ റിയാലിറ്റിയിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല. അതിന് ആ യാത്ര ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ഒന്നാമത് തുടങ്ങേണ്ടി വന്നു. പാമ്പും കൊണ്ട് കളിക്കുന്നില്ല. 98 എത്തി കഴിഞ്ഞിട്ട് 98 താഴെ വന്ന് 3ാമത് പിന്നെ 2ാമത് കയറേണ്ടി വരും. അപ്പോൾ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ അൺനെസസറി ആണ്. ഒരുപാട് സഫറിങ് അൺനെസസറി ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഫോർഹെഡിൽ പോയിട്ട് ബാലൻസ്ഡ് അല്ലാത്ത ഒരു ടീച്ചറെ കണ്ട ആ ടീച്ചറിന്റെ പുറകെ പോവുകയും ചെയ്യരുത്. കാരണം വെച്ചാൽ അവർ നിങ്ങളെ അങ്ങോട്ടായിരിക്കും വലിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വിൽ പവർ ഉണ്ടാവും, അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടാവും, അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വിൽ പവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ആ വിൽ പവർ മാത്രം കണ്ടിട്ട് അവരുടെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ റൂട്ടുമായിട്ടുള്ള കണക്ഷൻ പോവുകയും അതുവഴി നിങ്ങൾ ചിലപ്പം ലോങ്ങർ സ്റ്റേജിൽ കൺഫ്യൂസ്ഡ് ആയി മാറുകയും ചെയ്യാം. കാരണം നിങ്ങൾ ചിലപ്പോൾ പൈസ പോകാം, ഈ പറഞ്ഞ ഫിസിക്കാലിറ്റി ആയിട്ടുള്ള കണക്ഷൻ പോകാം, സെക്ഷുവാലിറ്റി ആയിട്ടുള്ള കണക്ഷൻ പോകാം, ലൈഫിന് പ്ലഷർ എൻജോയ് ചെയ്യാനുള്ള ഇത് വരാം, ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാകും. ഇതെല്ലാം പോസിബിൾ ആണ്. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ശരിയായ ഒരു ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ആത്മീയ സാധനയിലേക്ക് പോകുന്ന സമയത്ത് ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഗുരു വന്ന് ചേർന്നപ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. അതുവരെ ഞാൻ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം 1 by 1 ആയിട്ട്
നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ശരിയായിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പരിശീലിക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു ഗുണവിശേഷമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു ഗുണവിശേഷത്തെ നേടാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമാധിയുടെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിലേക്ക്, ഇപ്പം അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ഈ 7 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് സമാധിയിലേക്ക് ഒരു വ്യക്തിയെ കണക്ട് ചെയ്യുന്നത്. അപ്പം അത്രയും പ്രാക്തനമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് സ്പിരിച്വാലിറ്റിയുടെ മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ഇത് പരിശീലിച്ച് ഓരോ ചക്രങ്ങളിലൂടെ നമ്മൾ നമ്മുടെ എനർജി ഉയർത്തിക്കൊണ്ട് വന്ന്, ഇപ്പോൾ നമ്മൾ എവിടെയാണേലും നമ്മളിപ്പം ഒരിക്കലും റൂട്ട് ചക്രയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആ ഫോഴ്സിനെ അവിടെ അതിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്ത് നമ്മൾ ഓരോ ചക്രങ്ങളിലൂടെ കടന്നു വന്ന് നമ്മൾ ആ ഒരു ഹയർ റിലോവുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് ശരിയായ ഒരു ആത്മീയത നമ്മളിൽ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂത്രപ്പണി ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഉള്ള മാർഗ്ഗങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയെന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ ശരിയായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആത്മീയതയോ ഒന്നും ആയിരിക്കില്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത്. അവർ ഒരു കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും, പക്ഷേ പിന്നീട് അതിനൊന്നും അർത്ഥമില്ലായിരുന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ ഞങ്ങൾ ഊട്ടിയിലേക്ക് ഇതുപോലെ ഒരു യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു ആശ്രമത്തിൽ ഞങ്ങൾ പോകാനുള്ള അവസരം ഉണ്ടായി. അപ്പം അവിടെ ആശ്രമത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു 90 വയസ്സുള്ള ഒരു ആചാര്യനാണ് അവിടുത്തെ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാനൊരു സ്പിരിച്വൽ പേഴ്സണാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞ പുള്ളി റൂമിൻ്റെ പുറത്ത് വന്നിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാം ഒന്നും അർത്ഥമില്ല, എല്ലാം അർത്ഥരഹിതമാണ്, ഒന്നും മീനിങ് ഇല്ല, ഈ ലൈഫേ മീനിങ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് ഫോക്കസിങ്? അതും മീനിങ് ഇല്ല, എല്ലാം പോയി, എല്ലാം ലൈഫ് ശരിക്കും പറഞ്ഞാൽ മീനിങ്ലെസ് ആയി പോയി. ഇനിയിപ്പോൾ എനിക്ക് ലൈഫില്ല, കാരണം 90 വയസ്സായി, ഇനി പുള്ളി മരണത്തിലേക്കാണ് ഫോക്കസ്. പക്ഷേ അതുകൊണ്ട് പുള്ളി റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മീനിങ്ലെസ് ആണ് എന്നുള്ള ഒരു തോട്ടിലേക്കാണ് പുള്ളി വന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പുള്ളിയായിട്ട് കുറേ അറിവായിട്ടായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വന്നു. ഒരു ഡിപ്രഷന്റെ സൈൻ ആയിരിക്കും. യെസ്, അതൊരു ഗ്രേറ്റ് ഡിപ്രഷനാണ്. അതായത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്ത ഗ്രേറ്റ് ഡിപ്രഷനാണ്. കാരണം അവർ അറിയുന്നില്ല ഡിപ്രഷൻ ആണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മീനിങ്ലെസ് എന്ന് പറയുന്നത്, എന്താണ് അങ്ങയുടെ ഫൈൻഡിങ്? ഈ ലൈഫിൽ ഇപ്പോൾ ഇത്രയും വലിയ ആചാര്യനായിട്ട് ഇരിക്കുകയാണ്, എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം പേർക്ക് മേളിൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ആചാര്യനാണ് അദ്ദേഹം. അപ്പം പുള്ളി പറഞ്ഞു വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ അൾട്ടിമേറ്റ് റിയാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിച്ചു. പക്ഷേങ്കിൽ എനിക്ക് എവിടെയും അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, എവിടെയും അങ്ങനെ ഒരു കോൺഷ്യസ്നസ് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, എവിടെയും എനിക്ക് അവിടെ എന്താ പറയുന്നത്, ആ ഒരു സമാധിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഒന്നും എവിടെയും എത്താത്ത ഒരു വ്യക്തിയായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പുള്ളി അവസരം റിയലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അത് വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു പോയിന്റിലിരിക്കുന്ന പല ആളുകളെ നമ്മൾ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും ഇവർ ആത്മീയതയുടെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അഭിനയിക്കുന്നതും ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലിരിക്കുന്നതും അവർ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തന്നെ ഏറ്റവും വലിയ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ തലമുറയിലെ തന്നെ, ഈ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലോസഫർ, ഹിന്ദുവിസത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശങ്കരാചാര്യരെയാണ് നമ്മുടെ നാട്ടുകാരനാണ്, ഇലങ്കാരൻ, കാലടിക്കാരനാണ്. അപ്പോൾ ശങ്കരാചാര്യ എടുത്തു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ ഫിലോസഫി പല കാര്യങ്ങൾ എഴുതി, പല ബുക്കുകൾ എഴുതി, പല കാര്യങ്ങളെല്ലാം എഴുതി. അത് കഴിഞ്ഞ് ആള് ലാസ്റ്റ് എഴുതുന്ന ബുക്കാണ് സൗന്ദര്യലഹരി. ഈ സൗന്ദര്യലഹരി എഴുതുന്നതിന് മുമ്പ് ആള് ഫിസിക്കൽ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് പുള്ളിക്കാരൻ വളരെ ലെവലിലെ ക്ലാരിറ്റി എടുത്തിട്ട് ഫിസിക്കൽ എക്സ്പീരിയൻസിലേക്ക് കണക്ട് ചെയ്തിട്ട്, അതിനെ കണക്ട് ചെയ്തു എന്നുള്ള പിൽക്കാലത്ത് ഒരു കോൺവെർസേഷനാണ്. കണക്ട് ചെയ്തിട്ട് ആ റൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് ആ എക്സ്പീരിയൻസിൽ നിന്നാണ് പുള്ളി സൗന്ദര്യലഹരി എഴുതുന്നത്. സൗന്ദര്യലഹരി തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് സംസ്കൃതം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സംസ്കൃതം അറിയാവുന്ന ഒരാളെ കൊണ്ട് റിയൽ ടൈമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇന്റർപ്രിട്ടേഷനിൽ ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഐഡിയ പോകരുതെന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, ആൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഓരോ ചക്രകളിലും എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിച്ചത് ഇതൊരു അവിടെ അങ്ങോട്ട് പോകണം എന്ന ലെവലിന് പകരം ഓരോ ചക്രങ്ങളിലും എക്സിസ്റ്റ് ചെയ്യണം, ഓരോ എനർജിയിലും എക്സിസ്റ്റ് ചെയ്യണം, എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാകണം എന്ന ലെവലിലാണ് പുള്ളിക്കാരന് ആ ലാസ്റ്റുള്ള ക്ലാരിറ്റിയിൽ കിട്ടിയത്. ഇപ്പോൾ സൗന്ദര്യലഹരിയാണ് ആളുടെ ഒരു ബുക്ക് വായിക്കുവാണെങ്കിൽ വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിൽ നമ്മളെ സംബന്ധിച്ചാലും ക്രിയേറ്റർ തന്നേക്കുന്ന ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ ലൈഫ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ച് ഇരിക്കാതെ ജീവിക്കുന്ന സമയത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭക്ഷണം കഴിക്കുക, ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക, പ്രണയിക്കുക, അത് മാത്രമല്ല പൈസ ഉണ്ടാക്കുക, കൂടുതൽ പേർക്ക് ഗുണം ഉണ്ടാക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ഒബ്വിയസ്ലി, ആ സമയം ഗുണം ഉണ്ടാക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് തന്നേക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്നു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നീ എനിക്ക് തന്നേക്കുന്ന ഗിഫ്റ്റുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. എന്തിനാ സൂക്ഷിച്ചേക്കുന്നത്? ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തരാനായിട്ട്. അതല്ല ലൈഫ്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് ക്രിയേറ്റർ നിങ്ങൾക്ക് തന്നേക്കുവാണ്. അപ്പോൾ ക്രിയേറ്റർ നിങ്ങളോട് വഴക്ക് പറയും, ഈ പറഞ്ഞ രീതിയിൽ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം 120 വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ തന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ ഫുള്ള് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഫുൾ അത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഫുൾ ഈ പറഞ്ഞ രീതിയിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഫുൾ സമയം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടി. ക്രിയേറ്റർ എന്തൊരു ഇത് എന്നെ കളിയാക്കുന്ന എന്നെ ഒരു കോൺവെർസേഷൻ പറഞ്ഞ് ഞാൻ തന്നെ തീർക്കാം. മുസ്തഫ എന്ന് പറഞ്ഞ നിരീശ്വരവാദി, ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ് 1ാം വർഷം. പുള്ളി നിരീശ്വരവാദിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങിപ്പോകും. 1 മണി 2 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോയിട്ട് ചിലപ്പോൾ 2-2:30 ആകുമ്പോഴൊക്കെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് കുറേ കൊക്കകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൊക്കയുടെ അടുത്തൊക്കെയാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോഴത്തേന് കുറുക്കന്മാർ എൻ്റെ ചുറ്റും കൂടും. അപ്പോൾ അന്ന് കുറുക്കന്മാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ കുറുക്കന്മാർ ഇയാൾ അങ്ങനെ താഴെ വീഴുവാണെങ്കിൽ എല്ലാവരും കൂടെ തിന്നാന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് 2:30 ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മുസ്തഫ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ, മുസ്തഫ എന്നോട് എന്താ റൂളെ ഇത്ര താമസിച്ച? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നു, 2:30 ആയല്ലോ, രാവിലെ 2:30 ആയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി മെഡിറ്റേറ്റ് ചെയ്ത് തിരിച്ചു. മുസ്തഫ എന്നോട് പറയുവാണ്, ഓക്കെ, ജീസസ് ക്രൈസ്റ്റ്, അപ്പോൾ പുള്ളി നിരീശ്വരവാദിയാണെന്ന് മനസ്സിലാക്കുക, ജീസസ് ക്രൈസ്റ്റ് ഇപ്പൊ സ്വർഗത്തിലെ വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊട്ടിട്ട്. ഈ കഴിവറവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇവരെ പുള്ളിക്കാരനാകെ രക്ഷ. ഞാൻ കുരിശ് വരച്ചു, ബാക്കി അറിയാം, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കൊണ്ട് ഒരു രക്ഷയില്ല. അത് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുവാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞല്ലേ ഇതിൽ ഫിസിക്കാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടൊരു എക്സ്പീരിയൻസ് വന്ന്, മണിയായിട്ട് കണക്ട് ചെയ്യാവുന്ന, ബിസിനസ്സിലേക്ക് കണക്ട്, കാരണം ബിസിനസ്സാണ് നിങ്ങൾക്ക് റൂട്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ ടൂളെന്ന് കണ്ടുപിടിച്ചു, മണിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ടൂളെന്ന് കണ്ടുപിടിച്ചു. നിങ്ങളെ സംബന്ധിച്ചോളം ലൈഫ് നിങ്ങൾക്ക് തന്നേക്കുന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹോപ്പ്ഫുള്ളി കോൺവെർസേഷൻ നിങ്ങൾ സെർവ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് യാഷ. തീർച്ചയായിട്ടും. നമസ്തേ. നമസ്തേ. നമസ്തേ.